Hello, good morning everyone. So we'll start in next 5 minutes. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബൈ ദ ടൈം ലാസ്റ്റ് ഡേയിലെ ടോപ്പിക്കൊക്കെ ഒന്ന് ക്വിക്ക്ലി റിവൈസ് ചെയ്തു എല്ലാവരും, ആൻഡ് നമുക്ക് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. So, once again, welcome back to the session, everyone. And let's start with the third day of our AA. And നമ്മൾ last few days we are discussing about internal controls, audit risk. And ഇന്ന് നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ, ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു ഏരിയയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് വട്ടം മാർക്ക് പോകാറുള്ള ഒരു ഏരിയയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. പലപ്പോഴും പല തരത്തിലുള്ള സ്ട്രഗിൾസ് ഫേസ് ചെയ്യാറുണ്ട് സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ സത്യത്തിൽ സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഏരിയയാണ്. ആൻഡ് ദെയർ ആർ മൾട്ടിപ്പിൾ തിങ്സ് ടു കൺസിഡർ വൈൽ റൈറ്റിംഗ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പം എക്സാമിനേഴ്സ് റിപ്പോർട്ട് പ്രകാരം നമ്മൾ എന്തൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് കോമൺ സബ്സ്റ്റാൻറ്റീവ്സും അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സിനാരിയോ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാനായിട്ട് പറ്റുക, എന്തൊക്കെയാണ് നമുക്ക് ശരിക്കും സിലബസ് പ്രകാരം നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാനുള്ളത്, ഈ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ക്വിക്ക്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ റിപ്പീറ്റ്, ക്വിക്ക്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ള, ഐ ബിലീവ് മോർ ദാൻ 20 days ഓഫ് ക്ലാസ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സിന് മേലെ എടുത്തതാണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ഓൺലൈൻ സെഷൻസ്. ഓഫ്ലൈൻ സെഷൻസിനാണെങ്കിലും ഓൾമോസ്റ്റ് 10 days അടുത്താണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചത്. അതായത് ഔട്ട് ഓഫ് ഓൾമോസ്റ്റ് ഒരു 30+ days ഓഫ് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ 10 days കൂടുതൽ സബ്സ്റ്റാൻറ്റീവ്സിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോർ ഏരിയ ഓഫ് അവർ സിലബസ്. സോ സബ്സ്റ്റാൻറ്റീവ്സ് ഒഴിവാക്കിയിട്ട് നമുക്കൊരു പഠിത്തം എന്ന് പറയുന്നത് പോസിബിൾ അല്ല AA സംബന്ധിച്ച്. വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ AAA, അവിടെ ഒരിക്കലും സബ്സ്റ്റാൻറ്റീവ്സിന് AA ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. AAAയിലെയും ഒരു മേജർ ഏരിയ തന്നെയാണ് സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷേ AA സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, അത് അത്രയ്ക്ക് വലുതാണ്. സോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വേഗ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള എക്സാംസിന് ഏതൊക്കെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് നമുക്കറിയാം ഇനിയും നമുക്ക് ആഡിക്വേറ്റ് ഡേയ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. വി ഹവ് ഗോട്ട് അറൌണ്ട് മോർ ദാൻ 15 days വിച്ച് ഈസ് സഫിഷ്യൻ്റ്ലി ഇനഫ് ടു ലേൺ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ദി സബ്സ്റ്റാൻറ്റീവ്സ്. ഇറ്റ് ഈസ് സഫിഷ്യൻ്റ്ലി ഇമ്പോർട്ടൻറ്റ് ടു പ്രാക്ടീസ് ദ ഹോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ്. കാരണം സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ല. പക്ഷേ സബ്സ്റ്റാൻറ്റീവ്സ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. സോ പഠിക്കാൻ ടൈം എടുക്കില്ല, പക്ഷേ ഓർത്തിരിക്കാൻ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, വി ഷുഡ് കീപ്പ് ഓൺ റിവൈസിങ് ദ സബ്സ്റ്റാൻറ്റീവ്സ്. ഒരിക്കലും സബ്സ്റ്റാൻറ്റീവ്സ് ബൈ ഹെർട്ട് തിയറി ആയിട്ട് എഴുതാൻ പാടില്ല. എന്താണോ സിനാരിയോയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്ത് മാത്രമേ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാവുള്ളൂ. ഓക്കെ, സോ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയാസ് ഒക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എല്ലാവരും ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞു, ഒന്ന് അറിഞ്ഞോട്ടെ. സബ്സ്റ്റാൻറ്റീവ്സ് ഒക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായോ? കംപ്ലീറ്റ് ആയോ നോക്കേ? സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയാസ് കഴിയാറായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, കമൻറ്റ് സെക്ഷൻ ഒന്ന് പറഞ്ഞേ. ഏറെക്കുറെ ഓക്കെ, ഫൈൻ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തായി? ഫൈൻ, ഗുഡ്. സോ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നും പഠിക്കുക എന്നുള്ളതാണ്. മക്കളെ, ഈ ഒരു ക്ലാസ്സിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസ്ക്ലെയിമർ പറയുകയാണ്. അതായത് ഇപ്പം ഞാൻ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഈ സെഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഇനീഷ്യലി കാണിക്കാൻ പോകുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ നോട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി നിങ്ങളുടെ ഫാക്കൽറ്റീസ് എടുത്ത സമയത്ത് ഇതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവാം, മേ ബി ഇത്രയും എടുത്തിട്ടുണ്ടാവില്ല.
സോ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയോ സബ്സ്റ്റാൻറ്റീവ്സ് മിസ്സായി എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ വേറെയാണ് പഠിച്ചതെന്നുള്ളതല്ല. ഓരോ ഫാക്കൽറ്റീസും സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയാസ് മേ ബി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ആൻഡ് നമ്മുടെ സെഷൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എക്സ്ട്രാ സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാറുണ്ട്. അതായത് നമ്മൾ DPP, കപ്ലാൻ, ബെക്ക്, അതുപോലെ തന്നെ ACCയുടെ പാസ് പേപ്പേഴ്സ് പ്ലസ് നമ്മുടേതായ ജനറൽ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ്, ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ നോർമലി ക്ലാസ്സസ് എടുക്കുക. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിനകത്ത് കാണുന്നതിനേക്കാൾ ഒരുപാട് കോണ്ടന്റ് നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കഷൻ. അപ്പോൾ ഒരിക്കലും പാനിക് ആവരുത്, നമ്മൾ എന്തെല്ലോ പഠിച്ചിട്ടില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ എടുക്കരുത്. നമ്മൾ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ഡിഫറൻസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കുക. എസ്പെഷ്യലി റെഗുലർ ക്ലാസ് ഇരിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതിൽ നിന്നും കുറച്ച് ആഡ് ഓൺ പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ട് കൺസേൺഡ് ആവരുത്. പകരം ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞത്, അതൊരിക്കലും നിങ്ങളുടെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കാത്തതല്ല, ഇത് ബിയോണ്ട് ദി സിലബസ് നമ്മൾ അഡീഷണലി നോക്കിയതാണ്. അതായത് നമ്മളൊരു പ്രൊവിഷനായിട്ട് എങ്ങാനും അഡീഷണൽ സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചാലോ എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഞാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആ കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവരുത്. ജസ്റ്റ് പറഞ്ഞു തരുവാണ്, ഇത്ര ഏരിയാസ് ആണ് നമുക്ക് ജനറലി ചോദിക്കാറുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ നോട്ട്സിൻ്റെ അകത്തുള്ള സബ്സ്റ്റാൻറ്റീവ്സ് നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിട്ടൊരു സബ്സ്റ്റാൻറ്റീവ് അല്ല, പകരം നമ്മുടെ ACCയുടെ പാസ്റ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ അലൻ ബിജു പാലക് ആൻഡ് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറാണ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് സെർച്ച് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ നോട്ട്സ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്കപ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിലബസിലെ ഏറ്റവും കോർ ഏരിയ ആണ് ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ ഈ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങളോട് ഡയറക്ട്ലി വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കില്ല എന്നല്ല, എന്ന് പറഞ്ഞ് മാത്രമല്ല ചോദിക്കുക. എന്ന് വെച്ചാൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ നിങ്ങളോട് വിത്തൗട്ട് എ സിനാരിയോ ഡയറക്ട്ലി ചോദിക്കാം. ആൻഡ് മോസ്റ്റ് കോമൺലി വിത്തൗട്ട് സിനാരിയോ ചോദിക്കുന്ന കുറവാണ്. ആൻഡ് നമ്മളോട് അവിടെ എപ്പോഴും ചോദിക്കുക സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് ഏറെക്കുറെ. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് മെയിൻലി നമുക്ക് 4 രീതിയിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കും. ഒന്ന്, ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് എക്സാമിന് ചോദിക്കും, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ബാങ്ക് ബാലൻസ്. ഇയർ ആൻഡ് ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അത് പറഞ്ഞാൽ മതി. കാരണം അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിനാരിയോസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു ബെയർ റിക്വയർമെൻറ്റ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ പേറോൾ അക്രൂവൽസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അവിടെ പേറോളിൻ്റെ അക്രൂവൽസ് കൺഫേം ചെയ്യാൻ എന്താണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പം എന്താണോ നമ്മളവിടെ സിനാരിയോന് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചിലപ്പം സിനാരിയോയിൽ ഒന്നും തന്നിട്ടുണ്ടാവില്ല, ജസ്റ്റ് റിക്വയർമെൻറ്റിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ്. ഇനി രണ്ടാമത് നമ്മളോട് ചോദിക്കുന്ന സബ്സ്റ്റാൻറ്റീവ് ആണ് അസേർഷൻ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്. സോ ബേസിക്കലി അസേർഷൻ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് എന്താ ചോദിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് അവിടെ പറയും, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രിയുടെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പറ്റുക. സോ ഇൻവെൻട്രിയുടെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ എന്താണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കും. പക്ഷേ സിനാരിയോയ്ക്ക് അത് സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവെൻട്രി കൺഫേം ചെയ്യാൻ നമ്മൾ പഠിച്ച പോയിന്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് അസേർഷൻ സ്പെസിഫിക് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത കാറ്റഗറിയാണ് നമുക്കവിടെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് വരും. അതായത് നമ്മളോട് റിക്വയർമെൻറ്റിൻ്റെ അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുക, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ ഇൻ റിലേഷൻ ടു ദ എബവ് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് എന്ന് പറയും. എന്നിട്ട് സിനാരിയോയ്ക്കകത്ത് നമുക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ പ്യൂർലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ഓരോരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ പ്രൊസീജിയേഴ്സ് എഴുതേണ്ടതായിട്ട് വരും. ഇനി നമുക്കുള്ള ഏറ്റവും ലാസ്റ്റ് കാറ്റഗറിയാണ് സിനാരിയോ പ്ലസ് അസേർഷൻ. ഓക്കെ, സിനാരിയോ പ്ലസ് അസേർഷൻ. സിനാരിയോ പ്ലസ് അസേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് റിക്വയർമെൻറ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവുക, വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ഇൻവെൻട്രി ബാലൻസ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.
പക്ഷേ സിനാരിയോയ്ക്കകത്ത് അവർ ഏതെങ്കിലും അസേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന അസേഷൻ ഏതാണെന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കണം. എന്നിട്ട് അസേഷൻ സ്പെസിഫിക് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരും. അതാണ് സിനാരിയോ പ്ലസ് അസേഷൻ. അപ്പോൾ ഇതിലെ ഏത് കാറ്റഗറി വേണേലും നമ്മളോട് എക്സാമിന് ചോദിക്കാം. ഇനി ഇതിനൊക്കെ പുറമെ വേറൊരു സാധനം കൂടെ വരാം കേട്ടോ. MCQ ക്വസ്റ്റ്യൻസ് ആയിട്ടും സബ്സ്റ്റാൻറ്റീവ് വരാം, അല്ലെങ്കിൽ MTQ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അതായത് നിങ്ങളോട് ഒരു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ തന്നിട്ട് ചോദിക്കാം അത് ഏത് അസേഷൻ കൺഫേം ചെയ്യാനാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം അവിടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അല്ല, അസേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഈ അസേഷൻ കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയർ ഏതാണെന്ന് ചോദിക്കും. 4 ഓപ്ഷൻ തരും. ഇപ്പോൾ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതായിരിക്കും MCQ ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഈതർ ഓഫ് ദിസ് കാറ്റഗറി നമുക്ക് സബ്സ്റ്റാൻറ്റീവ് ചോദിക്കാം. അപ്പോൾ ഡയറക്റ്റ്, അസേഷൻ, സിനാരിയോ പ്ലസ് അസേഷൻ. അപ്പോൾ മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നൊരു മേജർ കാര്യം ഇതാണ്. നമ്മളൊരു സിനാരിയോ അല്ലെങ്കിൽ നമുക്കൊരു സബ്സ്റ്റാൻറ്റീവിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് പഠിച്ച പോയിന്റ് നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒന്നും നോക്കാതെ എഴുതി വെക്കും. സോ ആ കേസിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെ സിനാരിയോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനാരിയോയ്ക്കകത്തുനിന്നും ഇതിലെ ഏത് കാറ്റഗറി സബ്സ്റ്റാൻറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കുക. സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കണോ ആദ്യമേ ഏത് കാറ്റഗറിയാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. എന്നോട് ചോദിച്ചേക്കുന്നത് ഡയറക്റ്റ് ആണോ, എന്നോട് ചോദിച്ചേക്കുന്നത് അസേഷൻ സ്പെസിഫിക് ആണോ, സിനാരിയോ ആണോ, സിനാരിയോ പ്ലസ് അസേഷൻ ആണോ, അതോ MCQ ആണോ. MCQ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ബാക്കി 4 ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് വേണം ആൻസർ എഴുതി തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ കാറ്റഗറി സബ്സ്റ്റാൻറ്റീവ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. ആൻഡ് ഓൾവേസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് വെനെവർ യു റൈറ്റ് ആൻ ആൻസർ ഓൾവേസ് മേക്ക് ഷുവർ ദർ ആർ 3 എലമെൻറ്റ്സ്. നമ്മുടെ പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എൻക്വയർ, ഇൻസ്പെക്ട്, ഒബ്സർവ്, റീകാൽക്കുലേറ്റ്, റീപെർഫോം, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടില്ലേ. റീകൺസൈൽ, അതേപോലെ തന്നെ സ്ക്രൂട്ടനൈസ്, വൗച്ച്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ആദ്യമേ പറയാം. നമുക്ക് പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം പറയാം. പ്ലസ് നമ്മുടെ പേർപ്പസ് എന്താണോ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ആ പർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാൻ. അതിന് നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്പനി ഓൾറെഡി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. വി ക്യാൻ റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറയാം. റീപെർഫോം ഓർ റീകാൽക്കുലേറ്റ് the bank reconciliation statement of Allen Company in order to confirm the mathematical accuracy. Allen കമ്പനിയുടെ ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, റീപെർഫോം ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പം റീപെർഫോം എന്ന് പറയുന്നതാണ് എന്ത്, പ്രൊസീജിയർ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടുത്തെ ഡോക്യുമെൻറ്റ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടുത്തെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്തായി, റീപെർഫോം the bank reconciliation statement of Allen Company in order to confirm the mathematical accuracy of the reconciliation statement. അപ്പോൾ അതാണ് നമ്മുടെ purpose. അപ്പോൾ whenever you give an answer, you should make sure that there's a proper purpose and purpose കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയാം, ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാം, പേർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം whenever you write the area of substantive procedures. സോ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ ആൻസേഴ്സ് എഴുതുന്നുണ്ടാവേണ്ടത്. ഓക്കെ, ഫൈൻ. ഇനി മക്കളെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഇതാണ് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിനെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ട്സ്. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ നിന്ന് എടുത്തേക്കുന്ന കാര്യങ്ങളാണ് ഈ തന്നേക്കുന്നത് എല്ലാം. അപ്പോൾ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എഴുതുന്ന സമയത്ത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, നമ്മളോട് എക്സാമിനേഴ്സ് റിപ്പോർട്ട് പ്രകാരം പറയാണ് റൈറ്റിംഗ് എ പ്രൊസീജിയർ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ദ റീസൺ ഫോർ ദ പ്രൊസീജിയർ യു ഷുഡ് അവോയ്ഡ് ദാറ്റ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ
ഒരു പ്രൊസീജിയർ എഴുതുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പർപ്പസ് പറയുന്നില്ല. റീകാൽക്കുലേറ്റ് ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ? ഡെഫിനറ്റ്ലി കിട്ടത്തില്ല, ശരിയല്ലേ? കാരണം നമ്മൾ പറയണം എന്തിനു വേണ്ടിയിട്ടാണ് റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി ആണോ? അങ്ങനെയാണെങ്കിൽ ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി എന്നുള്ള പറയാം. അപ്പം എന്താണ് പർപ്പസ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് മാർക്ക് തരൂല എക്സാമിനർ. രണ്ടാമതായിട്ട് സ്റ്റേറ്റിംഗ് ആൻ അസേർഷൻ ആസ് എ റീസൺ ഫോർ പെർഫോമിങ് എ പ്രൊസീജിയർ. അതായത് നിങ്ങൾ റീസൺ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് അസേർഷൻ്റെ പേര് മാത്രമാണ്. അതായത് ഇയർ ആൻഡ് ബാങ്ക് ബാലൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു, ടു കൺഫേം ദ കട്ട് ഓഫ്, ടു കൺഫേം ദ കട്ട് ഓഫ്, അല്ല നിങ്ങൾ പറയുന്നത് ടു കൺഫേം ദ വാലുവേഷൻ. അപ്പോൾ IAS 2-ൻ്റെ കേസ് ഇൻവെൻട്രിയുടെ വാലുവേഷൻ്റെ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയുമ്പോൾ ടു കൺഫേം വാലുവേഷൻ, ടു കൺഫേം വാലുവേഷൻ, ടു കൺഫേം ദ വാലുവേഷൻ ഓഫ് PPE ഇങ്ങനെ പറഞ്ഞ് എഴുതി പോകണ്ട. പകരം അതിൻ്റെ മീനിങ് പറയാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് അസേർഷൻ്റെ വേർഡ് മാത്രം സ്റ്റേറ്റ് ചെയ്യാതെ മീനിങ്. അതായത് ഇപ്പോൾ കട്ട് ഓഫ് ആണ്, കട്ട് ഓഫിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ട്രാൻസാക്ഷൻ കറക്റ്റ് റിപ്പോർട്ടിംഗ് പീരീഡിൽ കാണിക്കണം എന്നുള്ളതാണ് കട്ട് ഓഫിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടു കൺഫേം വെദർ ദ ട്രാൻസാക്ഷൻ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് വിത്തിൻ ദ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഇനി IAS 2 ഇൻവെൻട്രിയുടെ ടു കൺഫേം വാലുവേഷൻ എന്ന് പറയണ്ട. നമുക്ക് എന്താ വാലുവേഷൻ അറിയാമെന്ന്? നമുക്കറിയാം ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അപ്പോൾ അവിടെ കൺഫേം ചെയ്യാനുള്ള എന്തായിരിക്കും? ടു കൺഫേം വെദർ ദ ഇൻവെൻട്രി ആ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. PPയുടെ ആണെങ്കിലോ ടു കൺഫേം വെദർ ദ റീവാലുവേഷൻ ഓഫ് ദി PP ഹാവ് ബീൻ ഡൺ അപ്രോപ്രിയറ്റ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് IAS 38 ആണെങ്കിൽ IAS 16 ആണെങ്കിൽ IAS 16. അപ്പോൾ അങ്ങനെ എന്താണ് റീസൺ എന്നുള്ളത് ആ മീനിങ് ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി. ജസ്റ്റ് അസേർഷൻ വേർഡ് മാത്രമായിട്ട് സ്റ്റേറ്റ് ചെയ്യരുത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് റൈറ്റിംഗ് വാട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഷുഡ് ഡു റാദർ ദാൻ സ്റ്റേറ്റിംഗ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് പലപ്പോഴും പറ്റിപ്പോകുന്നൊരു തെറ്റാണ് ഇന്റേണൽ കൺട്രോൾസിൻ്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും അതേപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുന്നതും തമ്മിൽ നിങ്ങൾക്ക് ക്ലാഷ് ഉണ്ടാവും. അതായത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ കൺട്രോൾസിനെ ടെസ്റ്റ് ചെയ്യല്ല. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിലാണ് കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതുന്ന സമയത്ത് കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനു മേലെ ആയിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേലുള്ള മിസ്റ്റേക്കിന് മേലെ ആയിരിക്കണം, അല്ലാണ്ട് ഇന്റേണൽ കൺട്രോൾസിന് മേലെ ആവരുത്. ഇനി വെയ്ഗ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതരുതെന്ന് പറഞ്ഞു. വെയ്ഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട് ഹാവിങ് പ്രോപ്പർ ഡീറ്റെയിൽസ് പ്രൊസീജിയേഴ്സ് എഴുതി വെക്കരുത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക് ദ ഇൻവോയ്സ് എന്ന് പറഞ്ഞു. എന്ത് ഇൻവോയ്സ് ആണെന്നില്ല, എന്ത് പേർപ്പസിനാണെന്നില്ല, ഒന്നുമില്ല. സോ ഇഫ് യു റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ സച്ച് എ മാനർ യു വോണ്ട് ഗെറ്റ് എനി മാർക്സ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടിംഗ് ഇൻകറക്റ്റ് അസേർഷൻ. നിങ്ങൾ പറയുന്നത് റീകാൽക്കുലേറ്റ് ടു കൺഫേം ദ കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു റീകാൽക്കുലേറ്റ് ടു കൺഫേം ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഹാവ് ബീൻ ഗിവൺ. അല്ല, നമുക്കറിയാം ഒരു ഇയർ ആൻഡ് ബാലൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെയിൻലി കട്ട് ഓഫിന് വേണ്ടിയിട്ടായിരിക്കും. റീകാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആക്യുറസി വാലുവേഷന് വേണ്ടിയിട്ടായിരിക്കും. എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള അസേർഷൻസ് മാത്രമേ കോട്ട് ചെയ്യാവുള്ളൂ. അതായത് അസേർഷൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അസേർഷൻ്റെ ടേം അല്ല, ആ മീനിങ്, പേർപ്പസ്. ഇനി നമുക്ക് പോസിബിൾ ആവാത്ത പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യരുത് എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്കലി ഇരിക്കുന്ന ഇൻവെൻട്രിയും സെയിൽസ് ഇൻവോയ്സും കൂടെ തമ്മിലാണ് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്? അല്ല, നമുക്കവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇൻവെൻട്രി ലിസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കലി ഇരിക്കുന്ന ഇൻവെൻട്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രം ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഇൻക്ലൂഡിങ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ ഇൻകറക്റ്റ്. അതായത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന പർച്ചേസിനെ കുറിച്ചാണ്, അവിടെ കൊണ്ടുപോയി സെയിൽസിൻ്റെ പോയിന്റ് എഴുതി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇനി നമ്മളോട് പറഞ്ഞു ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതരുത്, ചെയ്യാൻ പറ്റുന്ന ലോജിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. അതുപോലെ തന്നെ ഇറലവൻറ്റ് പ്രൊസീജിയേഴ്സ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് ഡിപ്രിസിയേഷൻ്റെ പ്രൊസീജിയേഴ്സ് ചോദിച്ചു. ആ ഡിപ്രിസിയേഷൻ്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള നോൺ കറണ്ട് അസറ്റിൻ്റെ PPയുടെ പോയിന്റ്സ് ബൈഹെഡ് പഠിച്ചു വെച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങളോട് PPയുടെ പോയിന്റ്സ് ചോദിക്കുമ്പോൾ PPയുടെ പോയിന്റ്സ് എഴുതാം. പക്ഷേ ഡിപ്രിസിയേഷൻ ഓഫ് PP ആണ് ചോദിക്കുന്നതെങ്കിൽ യു നീഡ് ടു റൈറ്റ് പ്രൊസീജിയേഴ്സ് സ്പെസിഫിക് ടു ദ ഡിപ്രിസിയേഷൻ ഓഫ് PP. PPയുടെ ഡിപ്രിസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെ എഴുതണം. നിങ്ങളോട് ചോദിക്കുകയാണ് വാലുവേഷൻ ഓഫ് ഇൻവെൻട്രി, അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ജനറൽ ഇൻവെൻട്രിയുടെ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇൻവെൻട്രിയുടെ വാലുവേഷന് തന്നെ പോയിന്റ്സ് എഴുതാം. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ ഇൻ റിലേഷൻ ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതാണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയായിരുന്നു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പഠിച്ചിരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളിത് എഴുതേണ്ടത്.
എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഓഡിറ്റ് പ്രൊസീജിയർ ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. അതായത് ഒരു കമ്പനിയുടെ ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്നു. സോ നോർമലി പ്രയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ടെസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് ഡയറക്ട്ലി ചിലപ്പോൾ ചോദിക്കാം വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാം. ബട്ട് ദാറ്റ് പോസിബിലിറ്റി ഈസ് വെരി ലെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക ഒരു ന്യൂ ഓഡിറ്റ് ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് പ്രയർ ഇയർ ക്ലോസിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രയർ ഇയർ ഓഡിറ്റ് വേറെ തന്നെ ഓഡിറ്ററാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങളോട് അവിടെ എന്തൊക്കെയാണ് ന്യൂ ക്ലയൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊസീജിയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ നോർമലി ന്യൂ ക്ലയൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊസീജിയർ ചോദിക്കുന്ന സമയത്ത് എന്ത് തന്നെയായിരിക്കും ചെയ്യേണ്ടി വരിക? ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാനാണ് ചാൻസ്. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക. സോ സിനാരിയോക്കകത്ത് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എഴുതുക. ഇനി നിങ്ങളോട് പറയാണ് ബാങ്ക് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടത്. മക്കളെ, പലപ്പോഴും എല്ലാവരും തന്നെ ചെയ്യുന്നൊരു തെറ്റാണ് ബാങ്ക് ബാലൻസിനെ ബേസ് ചെയ്ത് എന്ത് പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്ന് ചോദിക്കുമ്പം ഡയറക്റ്റ്ലി പഠിച്ചു വെച്ചേക്കുന്ന ബാങ്ക് ബാലൻസിൻ്റെ പോയിന്റ് അതേപോലെ തന്നെ എഴുതി കൊടുക്കും. മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനാരിയോയ്ക്കകത്ത് തന്നേക്കുന്ന എന്താണോ അതിന് കറസ്പോണ്ടിങ് എഴുതാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എല്ലാ കേസിലും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളോട് പറയണം മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം? ആ ബാങ്കിൻ്റെ കയ്യിൽ നിന്നും കൺഫർമേഷൻ ലെറ്റർ വാങ്ങാം. പക്ഷേ നിങ്ങളോട് ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കമ്പനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പെർഫോം ചെയ്തിട്ടില്ല ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും പറയാണ് റീപെർഫോം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒബ്റ്റെയിൻ ദ കോപ്പി ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതുപോലെയുള്ള ബാങ്ക് റീകൺസിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞു. നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? എല്ലാവരും ഒന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടുമോ ആ കേസിൽ? ഇല്ല. കാരണം എന്താ? അൾട്ടിമേറ്റ്ലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാത്തൊരു സാധനം അവരോട് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ് ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയരുത്. സോ അവിടെ ആ ഒരു കേസ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? മേ ബി എന്തുകൊണ്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഫിനാൻസ് ഡയറക്ടറോട് ഡിസ്കസ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന ബേസിസിൽ. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതാവുള്ളൂ. സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇനി ഡയറക്ടേഴ്സ് ഇമോൾമെൻറ്റ്സ്. ഡയറക്ടേഴ്സ് ഇമോൾമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ബുക്സിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ള ഒരു സബ്സ്റ്റാൻറ്റീവാണ് ഡയറക്ടേഴ്സ് ഇമോൾമെൻറ്റ്സ്. അവിടെ സാലറി വരും, ഫീസ് വരും, ബോണസ് വരും, പെൻഷൻ കോൺട്രിബ്യൂഷൻ വരും, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് വരും, നോൺ ക്യാഷ് ബെനിഫിറ്റ് വരും, കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ഓഫീസ് വരും. അതായത് നമ്മുടെ ഡയറക്ടേഴ്സിന് കൊടുത്തേക്കുന്ന എല്ലാ പേയ്മെൻറ്റ്സിനെയും നമ്മൾ എന്താണെന്ന് വിളിക്കുക? ഇമോൾമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. മക്കളെ, നമ്മളെപ്പോഴും സബ്സ്റ്റാൻറ്റീവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന കുറവായിരിക്കും. പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവണം. എക്സാം എഴുതുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. സബ്സ്റ്റാൻറ്റീവ്സ് എക്സാമിന് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എഴുതുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതാണോ ഇതിൽ ഇതാണോ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിപ്പോവാം. അതിലൊന്നാണ് ഡയറക്ടേഴ്സ് ഇമോൾമെൻറ്റ്സ്. നിങ്ങളോട് ഡയറക്ടേഴ്സ് ഇമോൾമെൻറ്റ്സിൻ്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറായിട്ട് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങളോട് ബോണസിൻ്റെ ചോദിക്കാം, ഡയറക്ടേഴ്സിൻ്റെ ഫീസിൻ്റെ ചോദിക്കാം, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ചോദിക്കാം, നോൺ ക്യാഷ് ബെനിഫിറ്റിൻ്റെ ചോദിക്കാം, കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ഓഫീസ് ചോദിക്കാം. ഇതിൽ ഏത് വേണേലും ചോദിക്കാം. മക്കളെ, ഒറ്റ കാര്യം മൈൻഡിൽ ഓർത്ത് വെക്കുക, ഇതിൽ ഏത് ചോദിച്ചാലും ഇമോൾമെൻറ്റ്സ് ആണ്. ഒരു ഡയറക്ടേഴ്സിന് കൊടുത്തേക്കുന്ന പേയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചാലും എന്താണ്? ഇമോൾമെൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ പ്രത്യേകം സിനാരിയോയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇമോൾമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇമോൾമെൻറ്റ്സുമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടത് പേയ്റോളാണ്. ഓക്കെ, പേയ്റോളുമായിട്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടത്. അതായത് നോർമൽ സാലറി എന്ന് പറയുന്നത് പേയ്റോൾ ഡിപ്പാർട്ട്മെൻറ്റല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും എംപ്ലോയീസിന് കൊടുത്തേക്കുന്ന ബോണസ് പേയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് സബ്സ്റ്റാൻറ്റീവ്സ് പെർഫോം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതാ പറയേണ്ടത്? പേയ്റോൾ റിലേറ്റഡ് ആണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ഇത് പറയാം? ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ പോയിന്റ്സ് യൂസ് ചെയ്യുള്ളൂ. ഇനി റവന്യൂ നമ്മളോട് ചിലപ്പോൾ ഡയറക്റ്റ്ലി ചോദിക്കാം റവന്യൂവിൻ്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പേർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ് നമ്മളോട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം, ഡയറക്റ്റ്ലി ചോദിക്കാം. സിനാരിയോ സ്പെസിഫിക് ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ആ എക്സ്പെൻസ് ഉണ്ടായി, ഈ എക്സ്പെൻസ് ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ ഓരോ എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ പറയേണ്ടി വരിക. സെയിൽസ് ടാക്സ് ലയബിലിറ്റി നമ്മളെടുത്ത് ചോദിക്കാം. ഇനി അതും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളോട് ചിലപ്പം റവന്യൂ ആൻഡ് സെയിൽസ് ടാക്സ് ലയബിലിറ്റിയുടെ മിക്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക.
ഇനി സെയിൽസ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് അക്രൂവൽസിൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റവന്യൂ ആയിട്ട് കൺഫ്യൂഷൻ വരേണ്ട ഒരു സാധനമാണ് പ്രീപേയ്മെൻറ്റ്സ്. ആ പ്രീപേയ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നടത്തിയേക്കുന്ന പ്രീപേയ്മെൻ്റ് ആയിരിക്കും, നമ്മൾ ഓൾറെഡി പേ ചെയ്തു എന്നുള്ളതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതും റവന്യൂ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. പേർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സാധനമായിരിക്കും എന്ത്, അക്രൂവൽസ്, നമ്മൾ ഇതുവരെ പേ ചെയ്യാത്ത എമൗണ്ട്സ്. ഇനി പേറോളും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഇമോൾമെൻറ്റ്സുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാം. പ്രൊവിഷൻ നിങ്ങൾ നോക്കുക, സിനാരിക്കകത്ത് ഏത് പ്രൊവിഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന്. സിനാരിക്കകത്ത് എന്ത് പ്രൊവിഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ പ്രൊസീജിയേഴ്സ് എഴുതാവുള്ളൂ. ഇനി മക്കളെ റിസീവബിൾസ് ഓരോന്നും നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. റിസീവബിൾസിൻ്റെ കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ക്ലാസിഫിക്കേഷൻ, കട്ട് ഓഫ്, ഒക്കറൻസ്, പ്രസൻറ്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസീവബിൾസ് ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ദ പോയിന്റ്സ് ഇൻ റിലേഷൻ ടു ദ റവന്യൂ ആൻഡ് റിസീവബിൾസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഞാൻ നിങ്ങളോട് നോക്കി പഠിക്കണം എന്ന് പറഞ്ഞ സാധനമായിരുന്നു ഇൻവെൻട്രിയുടെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. സോ ആസ് പെർ അവർ ടോട്ടൽ സിലബസ് ഇൻവെൻട്രിയുടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 നമുക്ക് ഇൻവെൻട്രിയുടെ അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ശരിയല്ലേ? ഇനി എല്ലാവരും ഒന്ന് ചാറ്റിൽ പറഞ്ഞു മക്കളെ, ഇൻവെൻട്രിയുടെ വേറെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? എല്ലാവരും പറയേ. ഞാൻ എഴുതുന്നതിന് ഒപ്പാണെങ്കിലും നിങ്ങൾ എഴുതിപ്പോക്കോ. ബിഫോർ ദ ഇൻവെൻട്രി കൗണ്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡ്യൂറിങ് ദ ഇൻവെൻട്രി കൗണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? ഇൻവെൻട്രി വിത്ത് തേർഡ് പാർട്ടി. പിന്നെ ഇൻവെൻട്രി ഹെൽഡ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. പിന്നെ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട്. ഇത്രയും സാധനങ്ങളെല്ലാം നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. എല്ലാം കവറായോ? ഇൻവെൻട്രി അസേഷൻ റിലേറ്റഡ് ഉണ്ടായിരുന്നു, ബിഫോർ ദി ഇൻവെൻട്രി കൗണ്ട് ഉണ്ടായിരുന്നു, ആഫ്റ്റർ ദ കൗണ്ട് ഉണ്ടായിരുന്നു, ഡ്യൂറിങ് ദ കൗണ്ട് ഉണ്ടായിരുന്നു, ഇൻവെൻട്രി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരുന്നു, പെർപ്പച്വൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടും ഉണ്ടായിരുന്നു. ഗുഡ്. കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് തന്നെയാണ് പെർപ്പച്വൽ. ഓക്കെ, പെർപ്പച്വലും കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടും ഉണ്ടായിരുന്നു. സോ ഇത്രയായിരുന്നു നമ്മൾ ഇൻവെൻട്രി സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കുക, ഇൻവെൻട്രിയുടെ ഇതിലെ ഏതാണ് സിനാരിയോയിൽ ചോദിച്ചേക്കുന്നത് എന്നുള്ളത് പ്രോപ്പർലി നോക്കണം. കാരണം നമുക്ക് ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ട് ഇത്രയും സാധനങ്ങൾ പഠിക്കാനുണ്ട് സിലബസ് പ്രകാരം. സോ ഇൻവെൻട്രിയുടെ കംപ്ലീറ്റ്നെസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, കട്ട് ഓഫ്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ബിഫോർ ദി ഇൻവെൻട്രി കൗണ്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, അറ്റൻഡൻസ് അറ്റ് ദ ഇൻവെൻട്രി കൗണ്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, ഇൻവെൻട്രി നമ്മുടെ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് നമ്മുടെ കമ്പനിയുടെ ഇൻവെൻട്രി റെക്കോർഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിൻ്റെ കേസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്രയും പ്രൊസീജിയേഴ്സ് പഠിച്ചു. നമുക്കിതിലെ ഏത് രീതിയിൽ വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഈ സെയിം പോയിന്റ് കൊണ്ട് എഴുതി വെക്കണം എന്നാണോ? അല്ല, സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്തിട്ട് മാത്രം ആൻസർ എഴുതുക. ഇനി നമ്മൾ സിനാരിയോ കിട്ടിക്കഴിയുമ്പോൾ പ്രോപ്പർലി സിനാരിയോ വായിച്ച് നോക്കണം. സിനാരിയോയ്ക്കകത്ത് പറയുന്ന കഥ എന്താണ്, കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഓഡിറ്റർ എവിടെയാണ് നിൽക്കുന്നത്. നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും ഓഡിറ്റർ ഈസ് പ്ലാനിങ് ടു അറ്റൻഡ് ദ ഇൻവെൻട്രി കൗണ്ട് അറ്റ് ഡാഷ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് വേറെ കുറേ കഥകളും സിനാരിയോയിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കും എന്തൊക്കെയാണ് ഓഡിറ്റർ അവിടെ ചെയ്യേണ്ടത്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റർ ഈസ് പ്ലാനിങ് ടു അറ്റൻഡ് ദ ഇൻവെൻട്രി കൗണ്ട്. അപ്പോൾ അവിടെ ഏതായിരിക്കും മക്കളെ പ്രൊസീജിയർ എഴുതേണ്ടി വരിക? ആ കേസിൽ ഓഡിറ്റർ പ്ലാനിങ് ടു അറ്റൻഡ് ദ ഇൻവെൻട്രി കൗണ്ട് ആണെങ്കിൽ ഏതായിരിക്കും പ്രൊസീജിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഏതാ? എക്സാക്ട്ലി. ആ കേസിൽ നമ്മൾ പറയേണ്ടി വരുന്നത് ഏതായിരിക്കും? ബിഫോർ ദി ഇൻവെൻട്രി കൗണ്ടിൻ്റെ പോയിന്റ്സ് ആയിരിക്കും പറയേണ്ടി വരിക. ശരിയല്ലേ? ഇനി ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പം ഓഡിറ്ററായ നമ്മൾ ഒരു ഇൻവെൻട്രി കൗണ്ട് അറ്റൻഡ് ചെയ്യാൻ ചെന്നു,
അവിടെ ഓഡിറ്റർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, ഡ്യൂറിങ് ദി ഇൻവെൻട്രി കൗണ്ട് ആയിരിക്കും. ഓഡിറ്റർ ഓൾറെഡി ഇൻവെൻട്രി കൗണ്ട് അറ്റൻഡ് ചെയ്തു, ഇത് ഇൻവെൻട്രി കൗണ്ട് ഹാവ് ഓൾറെഡി ടേക്കൺ ഓൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും, ആൻഡ് ഇന്നത്തെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇയർ എൻഡ് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞത്തെ ഒരു ഡേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്, മറ്റേത് ഇയർ എൻഡിന് കുറേ മുന്നത്തെ ഒരു ഡേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്, ഇൻവെൻട്രി കൗണ്ട് ഈസ് ഓൾറെഡി ടേക്കൺ പ്ലേസ്, സോ ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഏതായിരിക്കും പോയിന്റ് പറയേണ്ടി വരിക, ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ടിൻ്റെ പോയിന്റ്സ് ആയിരിക്കും പറയേണ്ടതായിട്ട് വരിക. ഇനി നമ്മൾ സിനാരിയോ നോക്കുന്ന സമയത്ത് സിനാരിയോയ്ക്കകത്ത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, കമ്പനി ഇപ്പം ഇൻവെൻട്രി കൗണ്ട് കഴിഞ്ഞു, അതേപോലെ തന്നെ ഇൻവെൻട്രി സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഏതായിരിക്കും എഴുതേണ്ടി വരിക, ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ടിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് എഴുതേണ്ടി വരും, അതേപോലെ തന്നെ ഏതും എഴുതേണ്ടി വരും, സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ പോയിന്റ്സും എഴുതേണ്ടതായിട്ട് വരും. നിങ്ങളോട് ചിലപ്പോൾ അവർ പറയാണ് ഇൻവെൻട്രി കൗണ്ട് കഴിഞ്ഞു, സം ഓഫ് ദി ഇൻവെൻട്രി തേർഡ് പാർട്ടി വെയർ ഹൗസിലാണ് ഇരിക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും പറയേണ്ടി വരിക, ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട് പറയണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ പോയിന്റ് പറയണം, അതുപോലെ തന്നെ ഇൻവെൻട്രി ഹെൽഡ് അറ്റ് തേർഡ് പാർട്ടി വെയർ ഹൗസിനെ കുറിച്ചുള്ള പോയിന്റ്സ് നിങ്ങൾ പറയണം. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിനാരിയോയ്ക്കകത്ത് എവിടെയെങ്കിലും പറയുകയാണ് കമ്പനി കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന്, എന്നിട്ട് നിങ്ങളോട് ഇൻവെൻട്രി റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ വാലിഡ് ആവുമോ? ഇല്ല. കമ്പനി കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ പെർപ്പച്വൽ ഇൻവെൻട്രി കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻവെൻട്രിയുടെ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറഞ്ഞ് ഏത് പ്രൊസീജിയറാണ് എഴുതാൻ, കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് തന്നെ എഴുതണം, വേറെ പോയിന്റ് ഒന്നും കൊണ്ട് എഴുതി വെക്കരുത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ടിന് നേരെ ഈ പോയിന്റ് തന്നെ എഴുതി വെക്കരുത്. സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി വായിച്ച് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു അവരുടെ ഒരു ലൈൻ ഓഫ് ഇൻവെൻട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ ലോജിക്കലി അവിടെ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയും, എന്ത് കാരണം കൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടായേക്കുന്നത് എന്നറിയാനായിട്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും പറയുക, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ഓഫ് ഡിഫറൻസ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് in order to confirm whether it is due to any recurring misstatements in the whether it is due to any kind of recurring issues in the company's internal control weakness. അങ്ങനെ എന്താണോ നമുക്ക് സിനാരിയോയിൽ പറയാനുള്ളത് അത് പ്രകാരമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം അവിടെ നിങ്ങൾ നോക്കുക സിനാരിയോയ്ക്ക് അത് പ്രോപ്പർലി കണ്ടിന്യൂസ് ഇൻവെൻട്രി കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് ആണെങ്കിൽ അത് പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് തന്നെ എഴുതുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ വാലുവേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് ചോദിച്ചു. വെഹിക്കിളിൻ്റെ വാലുവേഷൻ കൺഫേം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? സോ നമുക്ക് ടാൻജിബിൾ നോൺ കറണ്ട് അസറ്റ്സിൻ്റെ പോയിന്റ്സ് പഠിക്കാനായിട്ടുണ്ട്, നമ്മൾ പഠിച്ചതായിരുന്നു. സോ നോർമലി 90% കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓടിക്കൊണ്ടുപോയി PPയുടെ പോയിന്റ്സ് എഴുതി വെക്കും. എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ കിടക്കുന്ന കാര്യമാണിത്. അതായത് വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം വാലുവേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ മജോറിറ്റി ഓഫ് കുട്ടികൾ എഴുതിയേക്കുന്നത് PPയുടെ പോയിന്റ്സ് ആണ്, നോൺ കറണ്ട് അസറ്റിൻ്റെ വാലുവേഷൻ്റെ പോയിന്റ്സ് ആണ് എഴുതിയേക്കുന്നത്. പക്ഷെ മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് നോക്കുക ഈ കമ്പനീനെ സംബന്ധിച്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. വെഹിക്കിൾ എന്ന് പറഞ്ഞത് PP ആവണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. PP അല്ല, ചിലപ്പോൾ അത് എന്താവാം, ഇൻവെന്ററി ആവാം. യു ഹാവ് ടു കൺസിഡർ ദ നേച്ചർ ഓഫ് ദി കമ്പനീസ് ബിസിനസ്. നമ്മുടെ ക്വസ്റ്റിൻ്റെ ഏറ്റവും തുടക്കം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് തൊട്ടേ നമ്മുടെ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ റീറ്റെയിൽ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ വെഹിക്കിളിൻ്റെ റീറ്റെയിൽ ബിസിനസ് ആണ് നമ്മുടെ കമ്പനി ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഹിക്കിൾ മാനുഫാക്ചറിങ് ആണ് നമ്മുടെ കമ്പനി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അവർ PP, ശരിയല്ലേ? നമ്മുടെ കമ്പനിയുടെ PP ആയിരിക്കും ആ വെഹിക്കിൾ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നമ്മുടെ കമ്പനിയുടെ ഇൻവെന്ററി ആയിരിക്കും ആ വെഹിക്കിൾ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ PP. ബട്ട് ഇപ്പം എലാൻസ് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. എലാൻസ് ആണ് ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എലാൻസിനെ സംബന്ധിച്ച് അത് ഇൻവെന്ററി ആണോ? അല്ല, PP ആണ്. അപ്പം എലാൻസിന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് PP ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടെങ്കിലോ നമ്മളവിടെ നോർമൽ PPയുടെ വാല്യുവേഷൻ ആണ് എഴുതേണ്ടത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മുടെ AA എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷെ എവിടെ മാർക്ക് പോയെന്നറിയില്ല എന്ന്. പക്ഷെ ഇവിടെ മാർക്ക് പോവുക, കാരണം നമുക്ക് വാല്യുവേഷൻ എന്തെങ്കിലും മാർക്ക് ഇവിടെ കിട്ടുമോ? ഇല്ല. കാരണം നമുക്കറിയാം PPയുടെ വാല്യുവേഷനും അതേപോലെ തന്നെ ഇൻവെന്ററിയുടെ വാല്യുവേഷനും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇൻവെന്ററി നമ്മൾ വാല്യൂ ചെയ്യുന്ന IAS 2 പ്രകാരം ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ആയിരിക്കും. അതേ സ്ഥാനത്ത് PP നമ്മൾ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? IAS 16 പ്രകാരമാണ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത്. ആൻഡ് റീവാലുവേഷൻ ഗെയിൻ ആൻഡ് ലോസസ് നമ്മൾ OCIയിൽ എടുത്തിട്ടുണ്ടോ ഇത് നോക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്.
സോ രണ്ടും എൻറ്റയർലി രാവും പകലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ മാറിപ്പോരുത്. പ്രോപ്പർലി സിനാരിയോ വായിച്ച് നോക്കുക. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെൻട്രി ആണോ അതോ PP ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മാത്രമേ പ്രൊസീജിയേഴ്സ് എഴുതാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിച്ച് നോക്കണം. എന്നിട്ട് സിനാരിയോയിൽ നമ്മളോട് എന്താണോ ചോദിച്ചേക്കുന്നത് അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മളോട് അതുപോലെ തന്നെ ട്രേഡ് പേയബിൾസ് ആൻഡ് അക്രൂവൽസ് ചോദിക്കാം. ഇനി നമ്മൾ അതുപോലെ തന്നെ ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സ് പഠിച്ചു. ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സിൻ്റെ അകത്ത് നമ്മളോട് എന്ത് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട്, അസേഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ്നെസ് ആണോ, അതേപോലെ തന്നെ എക്സിസ്റ്റൻസ് ആണോ, വാല്യുവേഷൻ ആണോ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആണോ, ഇങ്ങനെയുള്ളതെല്ലാം ചോദിക്കാനുണ്ട്. ഇനി ഇതിന് പുറമെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്, നമ്മളോട് ഇതിന് പുറമെ നമ്മളോട് ചിലപ്പം അഡീഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് ചോദിക്കും. മക്കളെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡീഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്സും കൺഫ്യൂഷൻ വേണ്ടത് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സുമായിട്ടാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് രണ്ടും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം. അതായത് അഡീഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ക്വസ്റ്റനിൽ പറയും കമ്പനി കറണ്ട് ഇയറിൽ ഒരു പുതിയ അസറ്റ് വാങ്ങി, അതാണ് അഡീഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്. സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയും കമ്പനി ഈ വർഷം പുതിയൊരു അസറ്റ് ഉണ്ടാക്കി, അതാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ്. അതായത് അതിലും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ബിൽഡിംഗ് വാങ്ങുന്നതും ഞാൻ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ? ചെറിയ വ്യത്യാസമാണ് അവിടെ ഉള്ളത്? അല്ല, ഡെഫിനറ്റ്ലി വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെയും വരുന്ന മാറ്റം. സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ എടുക്കേണ്ടി വരുന്ന ഓവർ എക്സ്പെൻസിനെ കുറിച്ചും ലേബർ കോസ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയേണ്ടത്. അവിടുത്തെ ക്ലാസിഫിക്കേഷനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് പറയേണ്ടത്. അഡീഷൻ ഓഫ് അസറ്റ്സ് പറയുമ്പോൾ അവിടെ പറയുന്ന പോയിന്റ്സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അഡീഷൻ ആണോ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് ആണോ എന്നുള്ളത് നോക്കുക സിനാരിയോ വായിച്ചിട്ട് അക്കോർഡിംഗ്ലി എന്നിട്ട് പോയിന്റ്സ് എഴുതാവുള്ളൂ. ഇനി ഡിസ്പോസൽ ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾ നോക്കുക മോസ്റ്റ് മജോറിറ്റി ഓഫ് കേസിലും അഡീഷൻ ഓഫ് അസറ്റ്സ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കറസ്പോണ്ടിങ്ങിൽ എന്ത് നടക്കുന്നുണ്ടാവും? പുതിയ അസറ്റ് കുറേ വാങ്ങുമ്പോൾ ഓൾറെഡി ഉള്ളത് പഴയത് വിൽക്കുന്നുണ്ടാവും. അപ്പം അഡീഷൻ ഓഫ് അസറ്റ്സിനെ കുറിച്ച് മാത്രമാണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്, അതോ ഡിസ്പോസലിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം ആൻസേഴ്സ് എഴുതാനായിട്ട്. അപ്പോൾ അഡീഷൻ ആണോ ചോദിച്ചേക്കുന്നത് അത് ഡിസ്പോസലും കൂടെ ചോദിച്ചിട്ടുണ്ടോ എന്ന് രണ്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം ആൻസേഴ്സ് എഴുതാനായിട്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ് വാല്യുവേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. വാല്യുവേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനി ഇപ്പം കറണ്ട് ഇയറിൽ ഒരു പുതിയ അസറ്റിൻ്റെ അഡീഷൻ നടത്തി, ഡിപ്രിസിയേഷൻ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്, ഡിപ്രിസിയേഷൻ എറേഴ്സ് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിനാരിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വാല്യുവേഷൻ ഓഫ് ഡിപ്രിസിയേഷനായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊസീജിയേഴ്സ് എഴുതണം. ഇനി അതേപോലെ തന്നെ റീവാലുവേഷൻ ഓഫ് PP ചോദിക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള പ്രൊസീജിയേഴ്സ് എഴുതാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റീവാലുവേഷൻ ഓഫ് PP, ഡിപ്രിസിയേഷൻ ഓഫ് PP, ഇതിനെയൊക്കെ കുറിച്ച് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയുമ്പോൾ ഒരിക്കലും ജനറൽ ആയിട്ടുള്ള PPയുടെ പോയിന്റ്സ് എഴുതരുത്, മാർക്ക് കിട്ടില്ല. നിങ്ങളോട് റീവാലുവേഷൻ ഓഫ് PPയുടെ പോയിന്റ്സ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? റീവാലുവേഷൻ ഓഫ് PPയുടെ തന്നെ പോയിന്റ്സ് എഴുതണം. സെയിം as that നിങ്ങളോട് ഇൻ കേസ് എങ്ങാനും ചോദിക്കുകയാണ് വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ഡെപ്രിസിയേഷൻ ഓഫ് PP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിപ്രിസിയേഷൻ ഓഫ് PPയുടെ തന്നെ പോയിന്റ്സ് എഴുതണം. എന്താണോ ചോദിച്ചേക്കുന്നത് അതിനനുസരിച്ച് പോയിന്റ്സ് എഴുതാം കേട്ടോ. ഇനി നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ പറയും ബാങ്ക് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ബാങ്ക് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയും. നമ്മുടെ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും കമ്പനിക്ക് ഓവർ ഡ്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന്. ഓവർ ഡ്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പറയേണ്ടി വരുന്ന ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന അസറ്റിനെ കുറിച്ചല്ല, പകരം എന്താണ്? കറന്റ് ലയബിലിറ്റിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അത് മാറിപ്പോരുത്. ചിലപ്പോൾ അവിടെ മൊത്തം നിങ്ങൾ അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ക്വസ്റ്റനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കമ്പനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, നിങ്ങളുടെ കമ്പനിക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഉള്ളതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന കറന്റ് ലയബിലിറ്റിനെ കുറിച്ച് വേണം അവിടെ എഴുതാനായിട്ട്. അത് ഞാൻ ഇവിടെ പറയാൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കറന്റ് ലയബിലിറ്റീസ് ഉണ്ടല്ലോ, നിങ്ങളോടൊരു ബാങ്ക് ലോൺ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, കമ്പനി എന്തെങ്കിലും ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കമ്പനി ഒരു ലോങ് ടേം ബോറോയിങ് എടുത്തു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. നമുക്കറിയാം ഒരു വർഷത്തിന് മേലെ സമയമെടുത്ത് നമ്മൾ പേ ചെയ്യുന്ന ലയബിലിറ്റീസ് എല്ലാം എന്താണ്? നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോൺ കറന്റ് ലയബിലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം അവിടെ എഴുതേണ്ടത്. ഇനി മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്കറിയാം കോപ്പി റൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്, ഇതെല്ലാം എന്താണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതെങ്കിലും കമ്പനി പർച്ചേസ് ചെയ്തു കറണ്ട് ഇയറിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് റിലേറ്റഡ് സബ്സ്റ്റാൻറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി എനി കേസ്, നിങ്ങളോട് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സിനാരിയോ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് എന്താണ് പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എഴുതുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടത്. കാരണം സിനാരിയോയിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും കമ്പനി ഓൾറെഡി ഈ എല്ലാ അസറ്റിനെയും എന്തായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തു എന്ന്, ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ R&Dയുടെ മാത്രം പോയിന്റ്സ് ആയിട്ടല്ല, പകരം R&D പ്ലസ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേണം അവിടെ എഴുതാനായിട്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവുക വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിലുള്ള അസറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ശരിക്കും ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ പോയിന്റ് മാത്രമാണ് പറയണ്ടേ? അല്ല, സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്ലസ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേണം പറയാനായിട്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക, അതിനനുസരിച്ച് മാത്രം എഴുതുക, റിക്വയർമെന്റ് മാത്രം നോക്കി ആൻസർ എഴുതരുത്. ഇനി ഗോയിങ് കൺസേൺ പ്രൊസീജിയേഴ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് സിനാരിയോയിൽ എന്തെങ്കിലും സ്പെസിഫിക്കലി ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടേ എഴുതാവുള്ളൂ. പ്രീ പേയ്മെൻറ്റ്സ്, അക്രൂവൽസ്, ചിലപ്പോൾ നിങ്ങളോട് അക്രൂവലാണ് പ്രീ പേയ്മെൻറ്റ് ആണെന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളോട് പറയും കമ്പനിക്കൊരു ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കഴിഞ്ഞ 3 months ആയിട്ട് ആ എക്സ്പെൻസ് പേ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഇറ്റ്സ് ആൻ അക്രൂവൽ. അപ്പോൾ അവിടെ എക്സ്പെൻസ് പ്ലസ് അക്രൂവൽസിൻ്റെ പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. അപ്പം സിനാരിയോയിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് നോക്കുക കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ നോക്കുക, കമ്പനി കറണ്ട് ഇയർ ഷെയർസ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. ഇനി ഡിവിഡൻസ്, റിസർവ്, അൺകറക്റ്റഡ് മിസ്റ്റേക്ക്, ഓവറോൾ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊക്കെ ജനറൽ ആയിട്ടുള്ളതായിരുന്നു. ഇനി വളരെ റെയർലി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചോദിച്ചാൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോഫ്റ്റ്വെയർ പ്രൊസീജിയർ. നിങ്ങളോട് ചോദിക്കും റിസീവബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണ് ഫോളോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കാര്യങ്ങളാണ് നോർമലി ഒരു ഓഡിറ്റർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമ്പർ 1, ഓഡിറ്റർക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം, അതായത് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്പർ 2, സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്പർ 3, റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്പർ 4, കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ എപ്പോഴും ഓർത്ത് വെക്കുക, മെയിൻലി 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം, റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ സെലക്ഷൻ നടത്താം, റീകാൽക്കുലേഷൻ നടത്താം, കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താം. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയായിരുന്നു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ റെഗുലറായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്റ്റാൻറ്റീവ്സ് മൊത്തം പഠിച്ചു തീർക്കണം. അതെന്തുകൊണ്ടാണ് അതിന് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റീസൺ ഈസ് വെരി സിമ്പിൾ. കാരണം അൾട്ടിമേറ്റ്ലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഒക്കെ വരത്തുള്ളൂ. ശരിയല്ലേ? കാരണം നിങ്ങൾക്ക് തന്നെ അറിയണം ഇത്രയും സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന്. ആൻഡ് ഇത്രയും പഠിക്കാനുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സബ്സ്റ്റാൻറ്റീവ്സ് ഓരോന്നും പഠിച്ച് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഏതാണോ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയുള്ള കോമൺ പോയിന്റ്സ് എക്സാമിനർ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് ഓരോന്നും കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ആൻസേഴ്സ് എഴുതി തുടങ്ങാവുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ while writing answers in relation to substantive procedures. Okay? Clear അല്ലേ എല്ലാവർക്കും? Fine. Yeah. ഇനി നോക്കിക്കേ. സോ ബേസിക്കലി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നോർമലി ഇത്രയും കാറ്റഗറി ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ഉണ്ട്, അസേർഷൻ ഉണ്ട്, സിനാരിയോ സ്പെസിഫിക് ഉണ്ട്, സിനാരിയോ പ്ലസ് അസേർഷൻ സ്പെസിഫിക് ഉണ്ടെന്ന് പറഞ്ഞു. MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫസ്റ്റ് 4 കാറ്റഗറിയിൽ ഓരോ സാധനങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഏരിയയിലെ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സോ ഔട്ട് ഓഫ് വിച്ച് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിങ്ങളോട് നേരെ തന്നെ ചോദിക്കും, വിത്തൗട്ട് എനി സിനാരിയോ വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ബാങ്ക് ബാലൻസ്.
പക്ഷേ ബാങ്കിനെ കുറിച്ച് മേ ബി സിനാരിയോയിലൊന്നും തന്നിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കാനുള്ള ചാൻസസ് വെരി ലെസ്, വെരി 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 ലെസ്. നമ്മളോട് കൂടുതലും സിനാരിയോ അല്ലെങ്കിൽ അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് നോക്കാം. സോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റിൻ്റെ അകത്ത് ഡാഷിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്. നമുക്ക് ഈസിലി നമ്മുടെ ഈ ആൻസർ എഴുതുന്ന പാറ്റേൺ മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണിത്. സോ എല്ലാവരും ഒന്ന് ക്വിക്ക്ലി സിനാരിയോ വായിച്ചു നോക്കിയേ. എവ്രി വൺ. It is 1st July 2015. Dashing Company manufactures women's clothing and its year end was 30th April 2015. You are an audit supervisor of John D & Co. and the final audit for Dashing Company is due to commence shortly. The draft financial statements recognize profit before tax of 2.6 million, total asset of 18 million, and you have been given responsibility for auditing receivables, which is a material balance, and as part of audit approach, a positive receivable circularization is to be undertaken. At the planning meeting, Finance Director of Dashing Company informed the audit engagement partner that the company was closing one of the small production site. As a result, a number of employees would be made redundant. A redundancy provision of 110,000 is included in the draft financial statements. അപ്പോൾ നമ്മളോട് ഇവിടെ ഡാഷിങ്ങിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞു 1st July 2015 ആണ് ഡാഷിംഗ് കമ്പനി വിമൻ്റെ ക്ലോത്തിങ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമ്മളാണ് സൂപ്പർവൈസർ ഓഡിറ്ററിൻ്റെ. ദെൻ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 2.6 million ആണ്. അവർക്ക് 18 million അസറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞു നമ്മളാണ് റിസീവബിൾസ് ഓഡിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. അവർ ആസ് പാർട്ട് ഓഫ് ദി ഓഡിറ്റ് അപ്രോച്ച് ഓൾറെഡി പോസിറ്റീവ് റിസീവബിൾ സർക്കുലറൈസേഷൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ചു എന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുകയാണ് പ്ലാനിംഗ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഡാഷിംഗ് കമ്പനി നമ്മളെ ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞു. നമ്മുടെ ഫിനാൻസ് ഡയറക്ടർ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് റിഡൻഡൻ്റ് ആവും, അവരുടെ ജോബ് പോകും എന്ന് പറഞ്ഞു. ആൻഡ് അത് കാരണം കൊണ്ട് അവർ 110,000 റിഡൻഡൻസി പ്രൊവിഷനും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം മാരകമായ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, വളരെ ബേസിക് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് പാർട്ട് ബി, ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അതർ ദാൻ റിസീവബിൾ സർക്കുലറൈസേഷൻ ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ടു വെരിഫൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് അസേർഷൻസ് ഇൻ റിലേഷൻ ടു ഡാഷിംഗ് കമ്പനീസ് റിസീവബിൾസ്. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഡാഷിംഗ് കമ്പനിയുടെ റിസീവബിൾസ് ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യേണ്ടത് ഈ ഫോളോയിങ് അസേർഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ് ആൻഡ് ഈക്വലി ആണ് മാർക്ക് സ്പ്ലിറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് 2 mark ഫോർ ദിസ്, 2 mark ഫോർ ദിസ് ആൻഡ് 2 mark ഫോർ ദിസ്. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ആക്യുറസി വാലുവേഷൻ അലോക്കേഷൻ റിസീവബിൾസിൻ്റെ കൺഫേം ചെയ്യാനുള്ള 2 പ്രൊസീജിയേഴ്സ്, കംപ്ലീറ്റ്നെസ് റിസീവബിൾസിൻ്റെ കൺഫേം ചെയ്യാനുള്ള 2 പ്രൊസീജിയേഴ്സ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കൺഫേം ചെയ്യാനുള്ള 2 പ്രൊസീജിയേഴ്സ്. പഠിച്ച ഒരാൾക്ക് ഇത് എഴുതാൻ എന്തെങ്കിലും പാടുണ്ടാവുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സബ്സ്റ്റാൻറ്റീവ്സ് എളുപ്പമാണ് പഠിച്ച ഒരാൾക്ക്. കാരണം സിനാരിയോയ്ക്കകത്ത് നമ്മളോട് ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. നമ്മളോട് ആകെ പറഞ്ഞത് നമ്മളാണ് ഇയർ എൻഡ് ബാങ്ക് ബാലൻസ് ഇയർ എൻഡ് റിസീവബിൾസ് ബാലൻസ് ടെസ്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. അവർ എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അവർ ക്ലിയർലി പറഞ്ഞു എക്സ്റ്റേണൽ കൺഫർമേഷൻ ഇനി അയക്കേണ്ട, അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ പഠിച്ചതായിരുന്നു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു ദ കമ്പനീസ് റിസീവബിൾസ് അല്ലേ. അപ്പോൾ റിസീവബിൾസിൻ്റെ നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളോട് എന്തൊക്കെയായിരുന്നു ചോദിച്ചേക്കുന്നത്? നമ്മളോട് അവർ കംപ്ലീറ്റ്നെസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളോട് അവർ കംപ്ലീറ്റ്നെസ് ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്നെസ് നമ്മൾ പഠിച്ചതാണ്. ആക്യുറസി വാലുവേഷൻ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് 2 points ഈച്ച് എഴുതണം. പക്ഷേ എഴുതുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ്ലി നിങ്ങൾ പഠിച്ച പോയിന്റ്സ് അതേപോലെ തന്നെ പകർത്തി വെക്കാൻ ശ്രമിക്കരുത്. പകരം യു ഹാവ് ടു ഇൻക്ലൂഡ് മാക്സിമം ആസ് പോസിബിൾ സിനാരിയോ സ്പെസിഫിക് ഡീറ്റെയിൽസ്. ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് പകരം ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി
ഇനി നിങ്ങളോട് പറയാണ് കമ്പയർ ദ കറണ്ട് ഇയർ റിസീവ്സ് വിത്ത് ദ പ്രയർ ഇയർ. അവിടെ പറയുന്ന സമയത്ത് ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഫിഗർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്തൊക്കെ സിനാരിയോയ്ക്ക് അന്ന് എടുക്കാൻ പറ്റുമോ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. ബെയർ മിനിമം എല്ലാ ക്വസ്റ്റനിലും കമ്പനിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. എന്തെങ്കിലും സിനാരിയോയ്ക്കകത്ത് ഫിഗേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്സും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഏറ്റവും ബെയർ മിനിമം. ഇനി അതിന് പുറമെ നമുക്ക് സിനാരിയോ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഇവിടുന്ന് ഒരുപാട് എടുക്കാനില്ല. ഉള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കാറ്റഗറി ഡയറക്റ്റ് അസേർഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന സബ്സ്റ്റാൻറ്റീവ്സ്. ക്ലിയർ ആയോ എങ്ങനെ ചോദിക്കാന്നുള്ള കാര്യം? ഇസ് എ ക്ലിയർ എവരി വൺ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ മക്കളെ. ഓക്കെ, ഇനി നോക്കിയേ. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ sufficient appropriate audit evidence in relation to redundancy provision at the year end. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് റിഡൻഡൻസി പ്രൊവിഷൻ്റെ ഇയർ എൻഡ് ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ അതോ സിനാരിയോ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണോ? റിഡൻഡൻസി പ്രൊവിഷൻ്റെ ഇയർ ആൻഡ് ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ അതോ ഒരു സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ആണോ? ഏതായത്? പറ, എല്ലാവരും പറ, ഏതായത്? എക്സാക്ട്ലി, ഇറ്റ്സ് എ സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്. അക്ഷയ് മാത്രം എപ്പോഴും പറയുന്നുള്ളല്ലോ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യേ. സോ ഇറ്റ്സ് എ സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്. സോ ഇങ്ങനെയുള്ള സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്സ് നമ്മളോട് ചോദിക്കാം. നമുക്ക് അവർ പ്രോപ്പർ ഡീറ്റെയിൽസ് സിനാരിയോയിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ച ഏതെങ്കിലും പ്രൊവിഷൻ്റെ പോയിന്റ്സ് കൊണ്ട് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം സിനാരിയോയ്ക്ക് നമുക്ക് തന്നേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ യൂസ് ചെയ്ത് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മുടെ ആൻസേഴ്സ് പറയണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പറയാണ്, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഡാഷിംഗ് കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്തു. അത് കാരണം കൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് റിഡൻഡൻ്റ് ആവും, അവരുടെ ജോബ് പോവും. അതുകൊണ്ട് റിഡൻഡൻസി പ്രൊവിഷൻ വേണം എന്ന് പറഞ്ഞു. 1,10,000 അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഇവിടെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ലോജിക്കലി അവിടെ ആലോചിച്ച് നോക്കേണ്ടത്, ഓക്കെ ഇവിടെ എന്ത് പ്രൊസീജിയർ ചെയ്യാം എന്നല്ല, പകരം ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ശരിക്കും കൺഫേം ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊസീജിയേഴ്സ് എഴുതാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കൺഫേം ചെയ്യേണ്ടത്? അവർ പറഞ്ഞു അവർ കുറേ നമ്പർ ഓഫ് സ്റ്റാഫിന് എന്ത് ചെയ്യാൻ പോവുക? റിഡൻഡൻ്റ് ആക്കാൻ പോവാണ്. അവർ റിഡൻഡൻസി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സ്റ്റാഫിന് റിഡൻഡൻ്റ് ആക്കാൻ പോകുന്നത് നമുക്ക് കൺഫേം ചെയ്യണം, ശരിക്കും നടക്കാൻ പോകുന്നൊരു കാര്യമാണോ എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതൊരു പ്രൊവിഷൻ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ളത് എന്തായിരിക്കണം? പ്രോബബിൾ ആയിരിക്കണം. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ നമുക്കൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ഒരു റിഡൻഡൻസിയുടെ കേസിൽ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവുന്ന എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എപ്പോഴാണോ റിഡൻഡൻസിനെ കുറിച്ച് നമ്മൾ റിഡൻഡൻ്റ് ആവാൻ പോകുന്ന ആളുകളെ ഇൻഫോം ചെയ്യുന്നത്, അതായത് എംപ്ലോയീസിനെ ഇൻഫോം ചെയ്യുന്നത്, അപ്പോഴേ കമ്പനിക്ക് ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താ? കമ്പനിയുടെ എംപ്ലോയീസിന് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. ഇവിടെ ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്കറിയണം. ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയണം. ഇനി അവർ ഓൾറെഡി 110,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ്? അതിൻ്റെ അസംഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയണം, ശരിയല്ലേ? ഇനി ആ 110,000 എന്ന് പറയുന്ന എമൗണ്ട് അതേപോലെ തന്നെ ആക്യുറേറ്റ് ആണോ? ഈ കാര്യം നമുക്കറിയണം. സോ നമുക്ക് ഏറ്റവും മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയണം, ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാനുള്ളതെല്ലാം കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അവർ എന്ത് അസംഷൻ്റെ ബേസിസിലാണ് 110,000 പ്രൊവിഷൻ വെച്ചേക്കുന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ 110,000 പ്രൊവിഷൻ എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്ന് അറിയണം. സോ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൺഫേം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പസ്. ഇനി നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാം, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. സോ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. നമ്മൾ റെഗുലർ ക്ലാസ്സസ് ചെയ്തിട്ടുള്ളതുമായിരുന്നു ജനറൽ സബ്സ്റ്റാൻറ്റീവ്സ് അല്ലേ? അതായത്
ഈ കളർ അടിച്ച് എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയാം. അതായത് മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതൊരു സബ്സ്റ്റാൻറ്റീവിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോപ്പറായിട്ടൊരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടാവണം, നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് അല്ല ഇൻഫർമേഷൻ എന്താണോ അതുണ്ടാവണം, നമുക്ക് വേണ്ട പർപ്പസ് എന്താണോ ആ പർപ്പസും പ്രോപ്പർലി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ സിനാരിയോയോട് അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ സിനാരിയോയിൽ അങ്ങോട്ട് ചോദിക്കുക, ഇവിടെ എനിക്ക് എന്താ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് എന്താണ് മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചോദിക്കേണ്ടത്. ഇവിടെ എന്തായിരിക്കും മക്കളെ നമുക്ക് മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കും മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ കമ്പനിക്ക് ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ കമ്പനിക്ക് ആ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞേ? കമ്പനി എംപ്ലോയിനെ റിഡൻഡൻ്റ് ആക്കാൻ പോവാണെന്നുള്ള കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ടാവണം? ആ എംപ്ലോയിയോട് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ എംപ്ലോയിയോട് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ആരോടാണ് ചോദിക്കാൻ പറ്റുക? മാനേജ്മെൻറ്റിനോട് ചോദിച്ചാൽ പോരെ. ഇനി ഞാൻ പറഞ്ഞു മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കമ്പനിക്കകത്തുള്ള ഡീറ്റെയിൽസും സിനാരിയോയ്ക്കകത്തുള്ള ഡീറ്റെയിൽസും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും അവിടെ പറയാൻ പറ്റുക, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി അബൌട്ട് വെദർ ദേ ഹാവ് ഇൻഫോംഡ് about the redundancy to the employees. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? in order to confirm whether there is a present obligation. ക്ലിയർ ആയോ? നമ്മളിങ്ങനെ ആയിരിക്കും പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി whether they have informed about the redundancy to the employees to confirm whether to confirm there is a present obligation for the company. ഇനി നമുക്കത് എല്ലാം എൻക്വയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വാങ്ങാം. റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻക്വയർ ചെയ്യുന്നതിന് പകരം ഒരു കമ്പനിയോട് നമ്മൾ എഴുതി വാങ്ങുന്നതിനാണ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഫ്രം ദ മാനേജ്മെൻറ്റ് അബൌട്ട് വെദർ ദേ ഹാവ് ഇൻഫോംഡ് അബൌട്ട് ദ റിഡൻഡൻസി ടു ദ എംപ്ലോയീസ് ടു കൺഫേം വെദർ ഇസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ഇനി സെയിം as ദാറ്റ് നമുക്ക് അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാം. നമുക്കിവിടെ നമ്മൾ പറഞ്ഞു, നമുക്ക് അതേപോലെ തന്നെ കൺഫേം ഉള്ള സ്ഥാനമാണ് ഇവരെന്ത് അസംഷൻ്റെ ബേസിസിലാണ് പ്രൊവിഷൻ എടുത്തതെന്ന്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി about the rationale on the basis of which they have determined the redundancy provision of 110,000. കഴിഞ്ഞു ആൻസർ? ഇല്ല. പർപ്പസ് പറഞ്ഞിട്ടില്ല. എന്താ പർപ്പസ്? ടു കൺഫേം വെദർ ഇറ്റ് ഈസ് റീസണബിൾ. നമ്മളിങ്ങനെ ആയിരിക്കും പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി അബൌട്ട് ദ അസംഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച്, അല്ലെങ്കിൽ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഹാവ് ഡിറ്റർമൈൻഡ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ടു കൺസിഡർ വെദർ ഇറ്റ് ഈസ് റീസണബിൾ. ഇനി ആ കേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? obtain written representation from the management of dashing company about the assumptions on the basis of which they have determined the amount of redundancy provision of 110,000 to ensure whether it is reasonable. ഇനി നിങ്ങൾക്ക് എല്ലാ കേസിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു സിനാരിയോയിൽ അവിടെയുള്ള തേർഡ് പാർട്ടി ആരാണ്. ഇവിടെ കമ്പനിയുടെ പുറത്തുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് അറിയാൻ പറ്റും, റിഡൻഡൻസി പ്രൊവിഷനെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം ആരോടാണ് ചോദിച്ചാൽ അവരെ കുറിച്ച് അറിയാൻ പറ്റുന്നത്, റിഡൻഡൻസിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അവരുടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാനായിട്ട് പറ്റും. സോ നോർമലി മക്കളെ ലോജിക്കലൊന്ന് ആലോചിച്ച് നോക്കി, ആരായിരിക്കും ഇവിടുത്തെ തേർഡ് പാർട്ടി? അതായത് ഒരു കമ്പനിയുടെ റിഡൻഡൻസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആരായിരിക്കും? പെർഫെക്റ്റ്, ഒരു കമ്പനിയുടെ ലോയർ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഒരു കമ്പനിയുടെ ലോയറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? അല്ലെങ്കിൽ കമ്പനിയുടെ ലോയർ ആവണമെന്നില്ല, പുറത്തുള്ളൊരു എക്സ്പേർട്ട് ആയാൽ മതി. ഒരു കമ്പനിയുടെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു ലോയർ ആണെങ്കിലും മതി. അവരോട് നമുക്ക് ചോദിക്കാം കമ്പനിക്ക് എത്രത്തോളം പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ളത്. ശരിയല്ലേ? അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റിഡൻഡൻസി പ്രൊവിഷൻ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അറിയാൻ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊസീജിയർ പറയുക? ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ ഇൻ ഓർഡർ ടു കൺഫേം വെദർ there will be a probable future cash outflow for the company in relation to the redundancy. ഇനി അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി പറയാം, obtain external confirmation from the lawyer in order to confirm whether the amount of provision recognized by the dashing company is appropriate. അവിടെ നിന്ന് അതിൻ്റെ കൂടുതൽ എന്തും കൂടെ ആഡപ്പ് ചെയ്യാൻ നോക്കുക, പ്രൊവിഷൻ്റെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കറസ്പോണ്ടൻസ്. നോർമലി രണ്ട് പേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് കറസ്പോണ്ടൻസ് എന്ന് വിളിക്കുക. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസി നോക്കിക്കഴിഞ്ഞാലായിരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുക റിഡൻഡൻസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ.
നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയും കമ്പനിയുടെ എംപ്ലോയീസും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാം അല്ലേ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പനിയും ലോയറും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാം. ഇപ്പം എംപ്ലോയീസുമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഡാഷിംഗ് കമ്പനി ആൻഡ് ദ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ഡാഷിംഗ് കമ്പനി ഹാവ് ഇൻഫോംഡ് അബൌട്ട് ദ റിഡൻഡൻസി ടു ദ എംപ്ലോയീസ് വിച്ച് ക്രിയേറ്റ്സ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ഫോർ ദ കമ്പനി. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇനി എവിടെയൊക്കെ സിനാരിയോയ്ക്കകത്ത് ഒരു കാൽക്കുലേഷൻ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യമാണ് റീകാൽക്കുലേഷൻ. സോ എവിടെ കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ഇൻ ഓർഡർ ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. അപ്പോൾ നമുക്ക് ഫിഗർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഫിഗർ ഇൻക്ലൂഡ് ചെയ്യുക. അവിടെ റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല, ഹാഫ് മാർക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ത് ചെയ്യണം, റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ഇൻ ഓർഡർ ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി എന്ന് തന്നെ പറയണം. ഇനി നമുക്ക് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, കമ്പാരിസൺ ആണ്. കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും ഒക്കെ തമ്മിൽ നമ്മൾ നടത്തുന്ന കമ്പാരിസൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം, ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ബാലൻസ് ആണോ? കാരണം കഴിഞ്ഞ വർഷം ഉള്ള ഒരു ബാലൻസ് ആണെങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടത് എന്താ, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ഡാഷ് വിത്ത് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഇൻ കേസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് വേരിയൻസ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺസ് ഫോർ ദ സെയിം. ഇനി ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് റിഡൻഡൻസി പ്രൊവിഷന്റെ ബാലൻസ് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ, നമുക്കറിയാം റിഡൻഡൻസി എന്ന് പറയുന്ന സാധനം ഈ വർഷം വന്നൊരു സാധനമാണ്, കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പം ലാസ്റ്റ് ഇയറിൽ ഇല്ലാത്തൊരു സാധനമായിട്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട, പകരം ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റൂലേ ഇവർ റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ അപ്രോപ്രിയേറ്റ് ആണോന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് redundancy provision of 110,000 for dashing company with the industry data and in case of significant variance discuss with the management, അല്ലെങ്കിൽ in case of significant management investigate എന്നുള്ളത് പറയാം. ഇനി മക്കളെ നമുക്കറിയാം കമ്പനി ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എക്സ്പെൻസും P&L കാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് P&L ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോജിക്കലി ആലോചിച്ച് നോക്കുക ശരിക്കും ആ എക്സ്പെൻസ് ഏത് ഹെഡിലാണ് വരുന്നതെന്ന്. എന്നിട്ട് ആ ഹെഡിൻ്റെ ബ്രേക്ക് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കമ്പനി ഒരു ഫിനാൻസ് കോസ്റ്റ്, അതായത് കമ്പനി പുതിയൊരു ലോൺ എടുത്തു എന്ന് പറഞ്ഞു. നമുക്കറിയാം കമ്പനി ഒരു പുതിയ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, കമ്പനി കാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ കമ്പനി ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, വി ക്യാൻ ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫിനാൻസ് കോസ്റ്റ് in order to confirm the interest expense in relation to the new bank loan have been included within the statement of profit or loss. നമുക്ക് എന്ത് പറയാം, obtain the breakdown of finance cost പറയാം. എന്തിനു വേണ്ടിയിട്ടാ, in order to confirm whether the interest expense in relation to the new bank loan has been properly included in the statement of P&L for the current year. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, മേ ബി നമുക്ക് ക്വസ്റ്റനിൽ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചോ. അങ്ങനെയാണ് റിഡൻഡൻസിയുടെ പ്രൊവിഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെവിടെ ഉണ്ടാവും, ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് ഹെഡിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇൻ ഓർഡർ ടു കൺഫേം ദ എക്സ്പെൻസ് ഇൻ റിലേഷൻ ടു ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L എന്നുള്ളത് പറയാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം they will always have a board meeting. ബോർഡ് മീറ്റിങ്ങിൽ വെച്ചിട്ട് മാത്രമേ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാ മേജർ ഡിസിഷൻസും എടുക്കുകയുള്ളൂ. ആൻഡ് ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് എന്ത് ഡിസിഷൻ എടുത്താലും അതെവിടെ ഉണ്ടാവും, ഒരു കമ്പനിയുടെ ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. കാരണം നമുക്കറിയാം എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ മീറ്റിംഗ് ഷുഡ് ബി റെക്കോർഡഡ് വിത്തിൻ ദ ബോർഡ് മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് ബോർഡ് മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കമ്പനി എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി റിഡൻഡൻസിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, review the board minutes in order to confirm whether dashing company have decided to have redundancy of the employees and whether it is informed to the employees which creates a present obligation for the company. നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉള്ള കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാറ്റി നോക്കാം.
ഇപ്പോൾ ഇവർ ഈ റിഡൻഡൻസിയുടെ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇയർ എൻഡിന് ശേഷമല്ലേ ഇവർ ഈ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു ദ റിഡൻഡൻസി വിച്ച് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് അറ്റ് ദി ഇയർ എൻഡ് ഈസ് അപ്രോപ്രിയേറ്റ്. നമുക്ക് അതുമായിട്ട് എഗ്രി ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഇയർ എൻഡിന് ശേഷം പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ റിഡൻഡൻസിയിൽ എത്ര പേയ്മെൻറ്റ് ചെയ്തു നോക്കാം. ആൻഡ് പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് നമ്മൾക്ക് എന്ത് എഗ്രി ചെയ്യാം, നമ്മുടെ കറണ്ട് ഇയറിലെ റിഡൻഡൻസി പ്രൊവിഷൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന എഗ്രി ചെയ്യാം. എന്നിട്ട് റിഡൻഡൻസി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ റീസണബിൾ ആണോ എന്ന് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് നോട്ട്സ് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ, അത് കംപ്ലീറ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, റിവ്യൂ ദ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ഡിസ്ക്ലോഷർ ഇൻ റിലേഷൻ ടു ഡാഷ്. ആ ഡാഷിൻ്റെ അവിടെ എന്തായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്, whether the disclosures in relation to the redundancy provision are complete and are in accordance with standards. നമുക്ക് പറയാം. Clear അല്ലേ? Is it clear everyone? Okay. അപ്പോൾ മക്കളെ ഇങ്ങനെയായിരിക്കും നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ആ സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങൾ പ്രോപ്പർലി വായിച്ച് നോക്കണം. ഇവിടെ നമുക്ക് മാനേജ്മെന്റുമായിട്ട് എന്താണ് എൻക്വയറി ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം, ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടാനുണ്ടോ, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ച് നോക്കാം. ഏതൊക്കെയാണോ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കേണ്ടത്, ഏത് എക്സ്പെൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാം. ബോർഡ് മിനിറ്റ്സ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഏതെങ്കിലും എക്സ്പെൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എഗ്രി ആണെങ്കിൽ അത് പറയാം. നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റിവ്യൂ ചെയ്യാനായിട്ട് പറയാം. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു do in relation to matters to be in relation to the audit procedures. So audit procedures scenario specific ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് പോയിന്റ്സ് എഴുതുക. ബൈ ഹേർട്ട് പഠിച്ച പോയിന്റ്സ് അതേപോലെ തന്നെ എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. ഓക്കെ, ഓൾറൈറ്റ്. നമ്മൾ വളരെ സ്പീഡിലാണ് ഡിസ്കസ് ചെയ്തു പോയത്. നമുക്കറിയാം നമ്മൾ കുറേ നാളുകൾ എടുത്ത് പഠിച്ച കാര്യമാണിത്. സോ ആസ് പാർട്ട് ഓഫ് റിവിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വളരെ സ്പീഡിൽ പറഞ്ഞു പോയത്. സോ ഇതിൻ്റെ റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. സോ ഇഫ് യു വാണ്ട് ടു റെഫർ ബാക്ക് ടു ദിസ് വീഡിയോ എനി ടൈം കാണുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കാറ്റഗറിക്കകത്ത് നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ കാറ്റഗറിക്കകത്ത് ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ് പറഞ്ഞു, അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പറഞ്ഞു, സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവും പറഞ്ഞു. ഓക്കെ, ഇനി ജാസ്മിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന റിക്വയർമെൻറ്റ് നോക്കി, ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ജാസ്മിൻ കമ്പനീസ് ട്രേഡ് റിസീവബിൾസ്. ജാസ്മിൻ കമ്പനിയുടെ ട്രേഡ് റിസീവബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഓഡിറ്ററായി നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ മക്കളൊരു കാര്യം ചെയ്തേ, വേഗം ഈ സിനാരിയോ ഒന്ന് വായിച്ചു നോക്കിയേ. ട്രേഡ് റിസീവബിളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊസീജിയേഴ്സ് ആണ് അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇതൊന്ന് ക്വിക്ക്ലി വായിച്ചു നോക്കിയ എല്ലാവരും. ഓക്കെ, നമ്മളോട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്, ജാസ്മിൻ കമ്പനീസ് ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് കംപ്രൈസസ് എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇൻ ദ പ്രീവിയസ് ഇയർ ഓഡിറ്റ് ടീം ഹാസ് അണ്ടർടേക്കൺ എ പോസിറ്റീവ് റിസീവബിൾ സർക്കുലറൈസേഷൻ ടു കൺഫേം ഇയർ എൻഡ് ബാലൻസസ്. However, the customer response rate has historically been low, so alternative audit procedures has been undertaken. A decision has been made that for the current year audit circularization will not be performed. The year-end trade receivables balance is 3.9 million. Allowance for credit losses or trade receivables is 4,10,000. And in the prior year it was 300,000. അപ്പോൾ നമ്മളോട് പറഞ്ഞു ജാസ്മിൻ കമ്പനിയിൽ കുറേ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ ഓഡിറ്റ് ടീം പോസിറ്റീവ് റിസീവൽ സർക്കുലറൈസേഷൻ ആണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു, ഇയർ ആൻഡ് ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹവർ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് റേറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞു,
കുറവായിരുന്നു, അതുകൊണ്ട് അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് പെർഫോം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളോട് പറഞ്ഞു ഈ വർഷം അത് കാരണം കൊണ്ട് അവർ റിസീവബിൾ സർക്കുലറൈസേഷൻ നടത്തുന്നില്ല. ദെൻ ഇയർ ആൻഡ് റിസീവബിൾസ് ബാലൻസും അതേപോലെ തന്നെ അലവൻസിൻ്റെ എമൗണ്ടും നമ്മളടുത്ത് പറഞ്ഞു. സോ ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ്. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ് ട്രേഡ് റിസീവബിൾസിൻ്റെ ബാലൻസ് കൺഫേം ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യേണ്ടതെന്ന്. മക്കളെ, ഇവിടെ ഇയർ ആൻഡ് ബാലൻസ് കൺഫേം ചെയ്യാൻ അവർ റിസീവബിൾ സർക്കുലറൈസേഷൻ നടത്തി എന്ന് പറഞ്ഞു. റിസീവബിൾ സർക്കുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, നമ്മൾ പഠിച്ചാണ്. ഇറ്റ് ഈസ് എക്സ്റ്റേണൽ കൺഫർമേഷൻ. സോ എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ച് നമ്മൾ ഇയർ ആൻഡ് ബാലൻസ് കൺഫേം ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഏത് അസേഷൻ ആയിരിക്കും നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഏത് അസേഷൻ ആയിരിക്കും നമ്മൾ ഇയർ ആൻഡ് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക? ഏത് അസേഷൻ ആയിരിക്കും? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഏത് അസേഷനാ? എക്സാക്ട്ലി, ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പോൾ അവർ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇഫക്റ്റീവ്ലി നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്തിനെ പറ്റിയിട്ടായിരിക്കും? പ്രൈമറിലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി എക്സിസ്റ്റൻസ്, ബട്ട് പ്രൈമറി ഫോക്കസ് ഷുഡ് ബി ഓൺ ദി എക്സിസ്റ്റൻസ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുകയും ചെയ്തു, ഇനി നിങ്ങൾ റിസീവബിൾ സർക്കുലറൈസേഷൻ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് കിട്ടുമോ? ഇല്ല. എക്സാമിനർ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പോലും പല കുട്ടികൾ എന്ത് ചെയ്തു? വീണ്ടും എക്സ്റ്റേണൽ കൺഫർമേഷൻ അയക്കാൻ പറഞ്ഞു. ഇല്ല, അവർ നമ്മളോട് പറഞ്ഞു അവർക്ക് എന്താ പെർഫോം ചെയ്യേണ്ടതെന്ന്. അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം റെസ്പോൺസ് റേറ്റ് കുറവായതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് അവർ പെർഫോം ചെയ്യാനിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ചതായിരുന്നു എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാനായിട്ട് ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന്. ശരിയല്ലേ? അപ്പം സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എന്ത് പറയാൻ നോക്കുക? ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ പോയിന്റ് അവിടെ എഴുതും. അവിടെ നിങ്ങൾ പറയും പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് കറണ്ട് ഇയർ ബാലൻസ് വിത്ത് ദ പ്രീവിയസ് ഇയർ. അങ്ങനെ എഴുതി വെക്കരുത്. പകരം സിനാരിയോയിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നതിനേക്കാളും പെർസെൻറ്റേജ് കമ്പയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നല്ലത്? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് അലവൻസ് ഫോർ ക്രെഡിറ്റ് ലോസസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ട്രേഡ് റിസീവബിൾസ് ബാലൻസ് വിത്ത് ദ പ്രീവിയസ് ഇയർ പറയാം. ആൻഡ് ഇൻ കേസ് ഓഫ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് പറയാം എന്താണ് റീസൺ എന്നുള്ളത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ട്രേഡ് റിസീവബിൾസിൻ്റെ ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് ജനറലായിട്ട് കൊണ്ട് എഴുതി വെക്കരുത്. ട്രേഡ് റിസീവബിൾസ് കാണുമ്പോൾ ഓടിക്കൊണ്ട് ഏതെങ്കിലും പോയിന്റ് എഴുതരുത്. പകരം സിനാരിയോയ്ക്ക് അത് ഇപ്പോൾ അസേഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ പോയിന്റ്സ് എഴുതാനായിട്ട് നോക്കുക. ഇനി അടുത്ത് നോക്കിയേ. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ജാസ്മിൻ കമ്പനീസ് ബാങ്ക് ബാലൻസ്. ജാസ്മിൻ കമ്പനിയുടെ ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാനായിട്ട് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എന്തൊക്കെയാണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാര്യം ചെയ്ത് ഇവിടം വരെ ഒന്ന് വായിച്ചു നോക്കി. The bank and cash figure included in Jasmine Company's draft financial statements is comprised of number of bank account balances, an overdraft of 5.1 million, which is the company's main current account, and 0.2 million relating to several savings accounts. The finance director has informed the audit manager that all accounts have been reconciled as at the year end. The draft of 5. അത്രയും വായിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസിനകത്ത് ജാസ്മിൻ കമ്പനിക്ക് നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 5.1 മില്യൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് മെയിൻ കറണ്ട് അക്കൗണ്ടിൽ. അതേപോലെ തന്നെ കുറേ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞു അവർ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിറ്റ് മാനേജർ ഇയർ എൻഡിൻ്റെ സമയത്ത് റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബാങ്ക് റീകൺസിലേഷൻ എല്ലാ അക്കൗണ്ട്സിനെയും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാം? നമ്മളോട് 5 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ബാങ്ക് ബാലൻസ് കൺഫേം ചെയ്യാൻ. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ എന്ത് ചെയ്യുക? 5 പോയിന്റ്സ് എഴുതുക. നമ്മൾ പഠിച്ചു വെച്ചിട്ട് മീനിങ് ആലോചിച്ച് നോക്കി. ഡയറക്റ്റ്ലി പഠിച്ച പോയിന്റ് അതേപോലെ തന്നെ സ്പിറ്റ് ചെയ്യേണ്ട. പകരം ജസ്റ്റ് മീനിങ് ലോജിക്കലി ആലോചിച്ച് നോക്കിയിട്ട് പറയും. ഇവിടെ എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? അവർ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 5.1 മില്യൻ്റെ, അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ആൻഡ് കുറേ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? നമുക്കറിയാം സ്റ്റാൻഡേർഡ് ബാങ്ക് കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം റിലേറ്റിംഗ് ടു ഓൾ ദി കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ടു കൺഫേം ദ ഇയർ ആൻഡ് ബാങ്ക് ബാലൻസ്. നമുക്കത് പറയാം. ഇനി അവർ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ എഗൈൻസ്റ്റ് എ പോസിറ്റീവ് ബാങ്ക് ബാലൻസ് ടു കൺഫേം വെദർ ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രോപ്രിയറ്റ്ലി. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അവരവിടെ റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവർ പെർഫോം ചെയ്തേക്കുന്ന റീകൺസിലേഷൻ എന്ത് ചെയ്യാം?
റീപെർഫോം ചെയ്ത് നോക്കാം മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ. അതേപോലെ തന്നെ ഇയർ എൻഡിൻ്റെ സമയത്തുള്ള ബാലൻസുകൾ ഓരോന്നും വെരിഫൈ ചെയ്തിട്ട് അത് ഓരോന്നും ഇയർ എൻഡ് ബാങ്ക് റീകൺസിലേഷനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ശരിയല്ലേ? സോ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പം നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ പഠിച്ച എല്ലാ പോയിന്റ്സും എഴുതുകയാണ് ചെയ്യേണ്ടത്? അല്ല, നമ്മളോട് പറഞ്ഞതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുക. ഇപ്പോൾ സപ്പോസ് എങ്ങാനും ക്വസ്റ്റനിൽ ബാങ്ക് റീകൺസിലേഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിച്ച പോയിന്റ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലോ ഈ പോയിന്റ്സ് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പോയിന്റ്സ് റീകൺസിലേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ബാങ്ക് ബാലൻസ്. ഇനി അതേപോലെ തന്നെ നമ്മളോട് അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യു ഷുഡ് പെർഫോം ഇൻ അസസിംഗ് വെദർ ഓർ നോട്ട് ജാസ്മിൻ കമ്പനീസ് ഇൻ ഗോയിങ് കൺസേൺ. ജാസ്മിൻ കമ്പനി ഗോയിങ് കൺസേൺ ആണോ എന്നറിയാനായിട്ട് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ കമ്പനി ഗോയിങ് കൺസേൺ ആണോ എന്ന് അറിയാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണ്ടായി? ഇതൊന്ന് വായിച്ചു നോക്കി. The overdraft of 5.1 million has increased significantly since the prior year. The directors have informed you that overdraft facility which company requires in order to operate on daily basis is due for renewal in August 2015 and they are confident it will be renewed. നിങ്ങളോട് പറഞ്ഞു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി 5.1 മില്യൻ്റെ ഉണ്ട്. കമ്പനിയുടെ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് വേണം ഡെയിലി ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനിയുടെ ഓവർഡ്രാഫ്റ്റ് റിന്യൂ ചെയ്യാനായിട്ടുണ്ട്. കമ്പനി കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു, അത് റിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ. സോ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ഡെഫിനറ്റ്ലി എഴുതാം. ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്ത് കമ്പനിയുടെ ഇയർ ആൻഡ് ബാങ്ക് ബാലൻസ് കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ മാനേജ്മെന്റിന്റെ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറയാം, മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാൻ പറയാം കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷനെ കുറിച്ച്. ഇങ്ങനെയുള്ള ജനറൽ പോയിന്റ്സ് ഒക്കെ പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രൈമറിലി യുവർ ആൻസർ വിൽ ബി ഫോക്കസ്ഡ് ഓൺ സിനാരിയോ സ്പെസിഫിക് ഏരിയാസ്. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ചും അതേപോലെ തന്നെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞു കമ്പനിക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. ആ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിലേ അവർക്ക് ഡെയിലി ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റിന്യൂ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആസ് ഓഫ് നോ അറിയുമോ? കൺഫേംഡ് അല്ല. കമ്പനി കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് റിന്യൂ ചെയ്ത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താ? ഈ ഓവർഡ്രാഫ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മൾ പ്രൈമറിലി ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെയായിരിക്കും മക്കളെ ചെയ്യാൻ പറ്റുക? ജനറൽ പോയിന്റ്സ് ഒന്ന് നമ്മൾ പഠിച്ച കോമൺ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ച് അത് വെച്ചിട്ട് ഏതൊക്കെയാണ് സ്പെസിഫിക് ടു സിനാരിയോ ആക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക. മാനേജ്മെന്റുമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റേണൽ കൺഫർമേഷൻ കിട്ടുമോ? കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റുമോ? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, ബ്രേക്ക് ഡൗൺ, ബോണ്ട് മിനിറ്റ്സ്, എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതായിരിക്കും? നിങ്ങൾക്ക് വേണം മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ്മെന്റിൻ്റെ നിന്ന് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാം. അവർക്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി റിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഒബ്റ്റൈൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് about their assumptions on the basis of which they believe that the overdraft facility will be renewed to ensure that the company will be in going concern. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുമോ? ആരുടെ കയ്യിൽ നിന്ന് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുന്നു? ഇവിടെ ലോജിക്കലി എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിയാൽ നമുക്കറിയാൻ പറ്റുക? ലോയറിൻ്റെ നിന്നാണ് ഇവിടെ വാങ്ങേണ്ടത്? അല്ല. ഇവിടെ ഈ കേസിൽ നമ്മൾ ആരോടായിരിക്കും വാങ്ങേണ്ടത് വരിക? ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ബാങ്കാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കേണ്ടത് ആരോടായിരിക്കും? ബാങ്കിനോടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Obtain external confirmation from the bank about whether they are willing to renew the overdraft facility to confirm that the company will be in going concern. അല്ലെങ്കിൽ ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആയിരിക്കും റിവ്യൂ ചെയ്യാൻ പറ്റുക? പ്രിഫറബിളി ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആയിരിക്കും റിവ്യൂ ചെയ്യാൻ പറ്റുക? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ജാസ്മിൻ കമ്പനി ആൻഡ് ദ ബാങ്ക് ടു അണ്ടർസ്റ്റാൻഡ് whether the bank is willing to renew the overdraft facility to ensure എന്തായിരിക്കും നമുക്കവിടെ എൻഷുർ ചെയ്യേണ്ടത്? that the ജാസ്മിൻ കമ്പനി will be in going concern. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? നമുക്കറിയണം ഈ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി റിന്യൂ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ പോരെ ഗോയിങ് കൺസേണിൽ പോകാൻ. അതിനെന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുക? യു ക്യാൻ ഡിസ്കസ് വിത്ത് ദ management whether they have any alternative source of finance in the absence of overdraft facility to consider whether Jasmine company will be in going concern. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? We can review the board minutes to understand whether the Jasmine company is having an alternative source of finance to make sure that they will be in going concern. ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു പോവുക. മനസ്സിലായോ? അതേപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും
നമുക്കിവിടെ കമ്പനിയുടെ പോസ്റ്റ് ഇയർ ആൻഡ് ബോർഡ് മിനിറ്റ്സ് നോക്കാം. കമ്പനിയിൽ പിന്നീട് വേറെ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. സോ ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടാവുക. നമുക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷേ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ റെലവൻസ് നോക്കണം ഇവിടെ ഓരോന്നും പറയുമ്പോൾ, എന്നിട്ട് മാത്രം എഴുതുക. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വിൽ ബി പ്രൊവൈഡിങ് ആൻസേഴ്സ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആണ് മക്കളെ? അതും കറക്റ്റാണ്. ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ളതായിരിക്കും നോക്കുക. അപ്പം പ്രൈമറി ആയിട്ട് 2 or 3 പോയിന്റ്സ് എന്ത് ചെയ്യാൻ നോക്കുക, പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ കൊടുക്കുക, എന്നിട്ട് ആഡ് ഓൺ ആയിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. സോ ദിസ് ഈസ് ഹൗ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് സിനാരിയോ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്സ്. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? ഇസ് ദ ക്ലിയർ എവരിവൺ? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ, ഈ റിക്വയർമെന്റ് ഒന്ന് വായിച്ചു നോക്കി മക്കളെ. Describe the substantive procedure you should obtain sufficient appropriate audit evidence in relation to above 2 matters. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത്, മേലെ പറഞ്ഞേക്കുന്ന 2 കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് സിനാരിയോ വായിച്ചു നോക്കി എല്ലാവരും. ഫസ്റ്റ് വൺ ഈസ് PP. In past, K has received negative press report over the condition of its fast food restaurants, comments suggesting that they are old-fashioned and tired-looking. Therefore, during the year, company undertook a full review of all its assets, carried out extensive refurbishment to the majority of its restaurants. This resulted in a significant amount of aging fixtures and fittings being disposed of, and a significant amount of capital expenditure was invested in remaining restaurants. Everyone, please respond. ഞാൻ മീനിങ് പറയുന്നില്ല, ഇവിടെ എന്താണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. PP ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. PP തന്നെ എന്താണ്? ജനറൽ ആണോ, ഡിപ്രിസിയേഷൻ ആണോ, റീവാലുവേഷൻ ആണോ, റിവ്യൂ ആണോ, എന്താണെന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇവിടെ PP ഏത് സബ്സ്റ്റാൻറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ കുറേ നേരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാനല്ലേ പറയുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും. യെസ് കറക്റ്റാ. പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആരോണം അതിൻ്റെ അകത്തേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോ, ബാക്കിയുള്ളവർ പറയുന്നത് മാത്രം നോക്കണ്ട. യെസ്, നമ്മളോട് ഏതാ ചോദിച്ചേക്കുന്നത് ഇവിടെ? ഡിസ്പോസൽ മാത്രമാണ് അനീസ, അക്ഷയ്? നോ, ദേ ഹാവ് ആസ്ക്ഡ് us ഫോർ അഡീഷൻ ആൻഡ് ഡിസ്പോസൽ അല്ലേ? നമ്മളോട് പറഞ്ഞെന്താ? അവർ പറഞ്ഞു കെ എന്ന് പറയുന്ന കമ്പനിക്ക് കുറേ നെഗറ്റീവ് പ്രസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് അവരുടെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച്. ടയേർഡ് ലുക്കിംഗ് ആണ്, ഓൾഡ് ഫാഷൻഡ് ആണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, അസറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും റിവ്യൂ നടത്തി, എക്സ്റ്റെൻസീവ് റീഫോർബിഷ്മെൻറ്റ് നടത്തി. അത് കാരണം കൊണ്ട് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ഏജിങ് ഫിറ്റേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് അവരെന്ത് ചെയ്തു, ഡിസ്പോസ് ചെയ്തു. ആൻഡ് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വാസ് ഇൻവെസ്റ്റഡ് ഇൻ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മേലെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണത്? ഇറ്റ് ഈസ് അഡീഷൻ. ആൻഡ് ഫിറ്റിങ്സ് ആൻഡ് ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാലോ ഇറ്റ്സ് ഡിസ്പോസൽ. സോ ദേ ഹാവ് മെൻഷൻഡ് അബൌട്ട് അഡീഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് അസെറ്റ്സ്. ക്ലിയർ ആയോ മക്കളെ? ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഇപ്പൊ സിനാരിയോക്കകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കാതെ കൊണ്ടുപോയി ആൻസർ എഴുതി കഴിഞ്ഞ് വിൽ ദേ ഗെറ്റ് എനി മാർക്സ് ഇൻ ദാറ്റ് കേസ്? കിട്ടുമോ? ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു അപ്ലൈ ദ ആൻസേഴ്സ്, ഐ മീൻ ദ പോയിന്റ്സ് ടു ദ സിനാരിയോ. അപ്പോൾ സിനാരിയോക്കകത്തുനിന്ന് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു തരട്ടെ, എക്സാമിന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ കുറേ പേര് അഡീഷൻസിൻ്റെ മാത്രം പോയിന്റ്സ് എഴുതിയേക്കുന്നവരുണ്ട്. കുറേ പേര് എന്ത് ചെയ്തു, ജസ്റ്റ് പ്യുവർലി അഡീഷൻസിൻ്റെ മാത്രം പോയിന്റ്സ് എഴുതി വെച്ചു. ഇനി കുറച്ച് പേര് ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുറേ പേര് ഡിസ്പോസൽസിൻ്റെ പോയിന്റ് മാത്രം എഴുതിയേക്കുന്നവരുണ്ട്. ഇനി കുറേ പേര് ചെയ്തേക്കുന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അവർ ചെയ്തേക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ്. നല്ലപോലെ പഠിച്ചിട്ടുള്ള കുറച്ച് പേര് ചെയ്തേക്കുന്ന കാര്യമാണ് റീവാലുവേഷൻ ഓഫ് അസെറ്റ്സിൻ്റെ പോയിന്റ്സ് ആണ് എഴുതിയേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റീവാലുവേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല.
അവർ റീവാലുവേഷൻ എഴുതിയത് ഒറ്റ വാക്ക് കണ്ടിട്ടാണ്. ഏതാ? റിവ്യൂ ഓഫ് ഓൾ അസറ്റ്സ് നടത്തിയെന്ന് പറഞ്ഞു കണ്ടിട്ട്. റിവ്യൂ ഓഫ് അസറ്റ്സും റീവാലുവേഷൻ ഓഫ് അസറ്റ്സും സെയിം ആണോ? ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റിവ്യൂ ഓഫ് അസറ്റ്സും റീവാലുവേഷൻ ഓഫ് അസറ്റ്സും സെയിം ആണോ? അല്ല, ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ശരിയല്ലേ? കാരണം റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അസറ്റ്സ് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ്സിന്റെ വാല്യൂവിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതാണ് റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷൻ ഇസ് ഡിഫറെൻറ്റ്, റിവ്യൂ ഇസ് ഡിഫറെൻറ്റ്. റിവ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കാഷ്വൽ ലിങ്ക് ബിറ്റ്വീൻ ദ റിവ്യൂ ആൻഡ് റീവാലുവേഷൻ. റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ റീവാലുവേഷൻ ചെയ്യുക. പക്ഷേ റിവ്യൂ എന്ന് പറഞ്ഞത് റീവാലുവേഷൻ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ലിറ്ററലി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്ത് മാത്രമാണ്? അഡീഷനും ഡിസ്പോസലും മാത്രമാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടോ? The refurbishment was financed via share issue in 2015 at a premium of 1.6 million. അവർ പറഞ്ഞു 2015 ഏപ്രിൽ അവരൊരു ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 1.6 million ഷെയർ ഇഷ്യൂ നടത്തിയേക്കുന്നത്. ഷെയർ ഇഷ്യൂ നടത്തിയേക്കുന്ന പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു. സോ മക്കളെ ഞാൻ ചോദിക്കട്ടെ, വെൻ ദ ഷെയർ ഇഷ്യൂ ഇസ് ഡൺ അറ്റ് പ്രീമിയം, നമ്മളവിടെ എങ്ങനെയാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഷെയർ ഇഷ്യൂ നടക്കുന്ന പ്രീമിയത്തിലാണെങ്കിൽ ആ ഷെയർ ഇഷ്യൂ പ്രീമിയത്തിൽ നടന്നേക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എങ്ങനെയാ? പെർഫെക്റ്റ്. നമ്മൾ കറക്റ്റായിട്ട് ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവണം. നോമിനൽ വാല്യൂ മാത്രം ഷെയർ ക്യാപിറ്റലും ബാക്കി എമൗണ്ട് ഷെയർ പ്രീമിയത്തിലുമാണ് കാണിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ? അതല്ല ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും പറയേണ്ടത്? റിവ്യൂ ദി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം in order to confirm whether the amount of premium has been appropriately included within the share premium account. അല്ലെ alternative എന്ത് പറയാ? In order to confirm whether only the nominal value of shares have been included within the share capital account and any amount of premium received has been included within the share premium account പറയാം. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട പ്രൊസീജിയർ. അതേപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സിൻ്റെ പോയിന്റും അത് കറക്റ്റ് ഡിസ്ക്ലോഷേഴ്സിൻ്റെ പോയിന്റിൻ്റെ കാര്യം നമുക്ക് പറയാം. സോ ദിസ് ഈസ് ഹൗ വി വിൽ ബി പ്രസൻറ്റിംഗ് അവർ ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ദ സബ്സ്റ്റാൻറ്റീവ്. ക്ലിയർ ആണോ മക്കളെ? യാ. അപ്പോൾ ലിറ്ററലി നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മളിപ്പം സബ്സ്റ്റാൻറ്റീവ്സ് പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവിനെ കുറിച്ച് പറഞ്ഞു. നമ്മളോട് ഡയറക്റ്റ്ലി ചോദിക്കുന്നത് അസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തു. ഏതായിരുന്നു? നമ്മൾ ആ ഡാഷിങ്ങിൻ്റെ ചെയ്തേ. സിനാരിയോ പ്ലസ് അസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയായിരിക്കും സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് ഹൗ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി വായിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ എപ്പോഴും സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഏറ്റവും പ്രോപ്പർലി സിനാരിയോ വായിച്ച് നോക്കുക. സിനാരിയോ വായിച്ച് നോക്കിയിട്ട് മാത്രം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ നിങ്ങൾക്ക് ഫിഗേഴ്സോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ ഫിഗേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻകോർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 242. അവിടെ നമ്മുടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് നോക്കി. Describe the substantive procedure auditor should perform to obtain sufficient and appropriate audit evidence in relation to Encore's vehicle addition and disposal. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവർ എടുത്തു തന്നു എൻകോറിൻ്റെ വെഹിക്കിളിൻ്റെ അഡീഷൻ ആൻഡ് ഡിസ്പോസൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് സിനാരിയോ വായിച്ചു നോക്കിയേ. വളരെ ചെറിയ സിനാരിയോ വായിച്ചു നോക്കിയേ. On 1st Feb 2015, Encore company replaced 20 of recycling vehicle. All vehicles had a carrying value of 1.8 million as recorded in the non-current asset register and were given in the part exchange against new vehicle costing 4.6 million. Cash consideration of 3.9 million was also paid. നമ്മളോട് പറഞ്ഞു എൻകോർ കമ്പനി 20 വെഹിക്കിൾസ് റീപ്ലേസ് ചെയ്തു. ഓൾഡ് വെഹിക്കിളിൻ്റെ ക്യാരിയിങ് വാല്യൂ 1.8 million ആണ്. അവരത് നോൺ കറണ്ട് അസറ്റ് രജിസ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ ആ പഴയ വെഹിക്കിൾ കൊടുത്തിട്ടാണ് പുതിയ വെഹിക്കിൾ വാങ്ങിച്ചത്. ആൻഡ് അവരുടെ ക്യാഷ് കൺസിഡറേഷൻ 3.9 million ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക? നമുക്ക് പറയാം ഓൾഡ് വെഹിക്കിൾ ഒരു കമ്പനി ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം? നോൺ കറണ്ട് അസറ്റിൽ നിന്ന് ഡീറെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും പ്രൊസീജിയർ പറയാൻ പറ്റുക? വി ക്യാൻ റിവ്യൂ ദ നോൺ കറണ്ട് അസറ്റ് രജിസ്റ്റർ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ക്യാരിയിങ് വാല്യൂ ഓഫ് ദി ഡിസ്പോസ്ഡ് അസറ്റ് ഓഫ് 1.8 million ഹാസ് ബീൻ റിമൂവ്ഡ് അപ്രോപ്രിയറ്റ്ലി നമുക്ക് പറയാം.
അതേപോലെ തന്നെ ന്യൂ അസറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം അല്ലേ. അപ്പോൾ നമുക്കൊരു കമ്പൈൻ ചെയ്ത് പറഞ്ഞാലും മതി. എന്ത് പറയാം? റിവ്യൂ ദ നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ക്യാരിങ് വാല്യൂ ഓഫ് 1.8 million ഓഫ് ദ ഡിസ്പോസ്ഡ് അസറ്റ് ആൻഡ് 4.6 million additions made during the year has been appropriately included within the non-current assets. നമുക്കത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പറഞ്ഞാലും മതി. ഇനി നമുക്കറിയാം ഒരു കമ്പനി പുതുതായിട്ട് അസറ്റ്സ് വാങ്ങിച്ചു. അപ്പോൾ പുതിയ അസറ്റ്സിന് മേലെ അവർ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അത് പറയാം, റീകാൽക്കുലേറ്റ് ദ ഡിപ്രിസിയേഷൻ ചാർജസ് ഇൻ ഓർഡർ ടു കൺഫേം ഡിപ്രിസിയേഷൻ ഇൻ റിലേഷൻ ടു ദ ന്യൂ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ന്യൂ വെഹിക്കിൾ ഹാവ് ബീൻ അപ്രോപ്രിയറ്റ്ലി പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് നിങ്ങൾക്ക് പറയാം. ഇനി ക്യാഷ് കൺസിഡറേഷൻ അവർ പേ ചെയ്തു എന്ന് പറഞ്ഞു 3.9 million. അതിന് നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അവർ ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവർ ക്യാഷ് കൺസിഡറേഷൻ പേ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യാൻ പറ്റുക? നമുക്ക് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ഡോക്യുമെൻറ്റ്സ് നോക്കാൻ പറയാം, ക്യാഷ് കൺസിഡറേഷൻ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ. സോ നോർമലി ഇത്രയും പോയിന്റ്സ് എല്ലാവരും പറയും. ഇനി സിനാരിയോ സ്പെസിഫിക് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനായിട്ടുണ്ടോ മക്കളെ? ഞാൻ ചോദിക്കട്ടെ. ഇവിടെ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കി നോക്കി. ഉണ്ടോ? സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന പോയിന്റ്. ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ ഡിസ്പോസൽ ഉണ്ടോ? ഇസ് ദർ എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഇൻ ദിസ് കേസ്? ഉണ്ടോ? വാട്ട് യു തിങ്ക്? യെസ്, ദർ ഇസ് എ ലോസ് ഓഫ് സെയിൽ ഓൺ അസറ്റ്. ഇവിടെ എത്രയാ ലോസ് ഓഫ് ഡിസ്പോസൽ? ലോസ് ഓൺ ഡിസ്പോസൽ എത്ര? ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇവർ 4.6 million ആണ് ഈ വെഹിക്കിൾ വാങ്ങിച്ചേക്കുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ട് അവർ ക്യാഷ് ആയിട്ട് കൊടുത്തേക്കുന്നത് എത്രയാ? 3.9 million ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക. 4.6 നിന്ന് 3.9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 0.7 million അല്ലേ. അപ്പോൾ ഇവർക്ക് 0.7 million ആണ് ഈ പറയുന്ന ബാക്കിയുള്ള അസറ്റ് കൊടുത്തതിന് വേണ്ടിയിട്ട് അവർ കൊടുത്ത വാല്യൂ. നമ്മുടെ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞേ? 1.8 million ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 0.7 million ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 1.1 million നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അവിടെ എന്താ? ലോസ് ആണ്. ശരിയല്ലേ? അപ്പം ആ ലോസ് നമ്മൾ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്കതെന്ത് പറയാം? നമുക്ക് കമ്പനിയുടെ എക്സ്പെൻസ് കാറ്റഗറിയുടെ ബ്രേക്ക് ഡൗൺ എടുത്തൂടെ? എന്നിട്ട് നോക്കിക്കൂടെ ലോസ് ഓൺ ഡിസ്പോസൽ കറക്റ്റായിട്ട് കറണ്ട് ഇയറിൽ P&L ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോന്ന്? ലോസ് ഓൺ ഡിസ്പോസൽ നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞൂടെ? കറക്റ്റായിട്ട് മാത്തമാറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ സിനാരിയോയ്ക്കകത്ത് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അത് ഓരോന്നും പിക്ക് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായി മക്കളെ? എന്നിട്ട് അത് വെച്ചിട്ട് പ്രൊസീജിയേഴ്സ് എഴുതുക. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക ഓരോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ചെയ്യുന്ന സമയത്ത്. ക്ലിയർ ആണോ ഈ കേസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്ത എല്ലാവരും. ഓക്കെ. അപ്പം ദിസ് ഈസ് ഹൗ വി വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മളോട് സിനാരിയോയ്ക്കകത്ത് എന്താ ചോദിച്ചേക്കുന്നത് നോക്കുക. ഇതുണ്ട് അടുത്ത കേസ്. നമ്മളോട് പറയാണ് what are the substantive procedures that should be performed to obtain sufficient appropriate audit evidence in relation to valuation of Encore company's trade receivable. എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആയത്? ഇറ്റ്സ് ആൻ അസർഷൻ സ്പെസിഫിക് ക്വസ്റ്റൻ. സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക, എന്നിട്ട് എഴുതുക. നമ്മളോട് ചോദിച്ചു പൊട്ടൻഷ്യൽ ബ്രീച്ച് ഓഫ് ട്രാൻസ്പോർട്ട് റെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. ബ്രീച്ച് ഓഫ് ട്രാൻസ്പോർട്ട് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ പ്രോബ്ലി എന്തായിരിക്കും നമ്മളോട് അവിടെ മേ ബി ചോദിക്കുന്നുണ്ടാവുക? ദേ മൈറ്റ് ഹാവ് ആസ്ക്ഡ് us about the provisions. ഇനി നോക്കണം ഏത് പ്രൊവിഷൻ ആണോ എന്ന്. ഇനി അതേപോലെ തന്നെ നമ്മളോട് ഇങ്ങനെ ഓരോ കേസിലും എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത് നോക്കി. വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ വാലുവേഷൻ ഓഫ് ഇൻവെന്ററി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇയർ ആൻഡ് സെയിൽസ് ടാക്സ് ലയബിലിറ്റിയുടെ കേസിൽ എന്താ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് PP-യുടെ ഡിപ്രിസിയേഷനെ ബേസ് ചെയ്തുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. PP-യുടെ ഡിപ്രിസിയേഷനെ ബേസ് ചെയ്തുള്ള പ്രൊസീജിയർ ചോദിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമുണ്ടോ? PP-യുടെ ജനറൽ പോയിന്റ്സ് എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഡിപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ എഴുതണം. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദാറ്റ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ ഗൂസ്ബെറി കമ്പനീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇവിടെ ഗൂസ്ബെറിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കി. നമ്മളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗൂസ്ബെറി കമ്പനി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി. ഗൂസ്ബെറി കമ്പനി സ്പെൻഡ് 1.9 million in the current year developing 9 new health and beauty products, all of which are at different stages of development.
Once they meet the recognition criteria, IAS 38 intangible asset for development expenditure, Gooseberry Company includes cost incurred in intangible assets. Once the production commences, intangible assets are amortized on straight line basis over 3 years. Management believes that amortization policy is reasonable approximation of the assets useful life. As in this industry, there is consistent demand for innovative new products. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഗൂസ്ബെറി കമ്പനി 1.9 മില്യൺ ആണ് കറണ്ട് ഇയറിൽ 9 ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അത് ഓരോന്നും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലാണെന്ന് പറഞ്ഞു. അവർ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രകാരമാണ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു പ്രൊഡക്ഷൻ കമ്പൻസ് ചെയ്ത് അവിടെ നിന്ന് 3 ഇയർ സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് അവർ അമോർട്ടൈസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അമോർട്ടൈസേഷൻ പോളിസി റീസണബിൾ ആണെന്ന് പറയുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം കൺസിസ്റ്റൻറ്റ് ഡിമാൻഡ് പ്രൊഡക്റ്റിനുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ശരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ മാത്രം പോയിന്റ്സ് ആണ് എഴുതേണ്ടത്? ഒന്ന് പറഞ്ഞേ മക്കളെ, ആണോ? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്? ആണോ? അല്ല, വി നീഡ് ടു റൈറ്റ് പോയിന്റ്സ് ഇൻ റിലേഷൻ ടു R&D ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്കിവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് IAS 38 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്തു? ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് അവർ കാണിച്ചേക്കുന്നത് എന്തൊക്കെയാണോ അത് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസുമായിട്ട് അത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തേക്കുന്ന എക്സ്പെൻസുമായിട്ട് നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാം. എക്സ്പെൻസിൻ്റെ എന്തൊക്കെയാണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ചെക്ക് ചെയ്യാൻ പറയാം. 9 ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക? വി കൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഈച്ച് ഓഫ് ദിയർ 9 ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ടു കൺഫേം വെദർ ഇറ്റ് ഹാസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ഓർ എക്സ്പെൻസ്ഡ് ഇൻ ദ P&L. ഇനി അവർ പറഞ്ഞു സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ 3 ഇയേഴ്സിലേക്ക് അവർ ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? വി ക്യാൻ റീകാൽക്കുലേറ്റ് ദ അമോർട്ടൈസേഷൻ ചാർജസ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ്. അവർ 3 ഇയർ സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് അമോർട്ടൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഗൂസ്ബെറി കമ്പനി amortizes intangible assets on a straight line basis over 3 years to consider whether it is reasonable. ഇനി അവർ പറഞ്ഞു അവർ അമോർട്ടൈസേഷൻ പോളിസി ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്താണ് വെച്ചേക്കുന്നത്. നമുക്കത് അങ്ങനെയാണെന്ന് പറയാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് അമോർട്ടൈസേഷൻ പോളിസി ഓഫ് ഗൂസ്ബെറി കമ്പനി വിത്ത് ദാറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി ആവറേജ് to consider whether there is any significant variance, and in case of any variance investigate it further, അല്ലെങ്കിൽ discuss with management for the reasons എന്നുള്ളത് പറയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുന്നുണ്ടാവുക. ഇങ്ങനെ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ നോക്കണം. ക്ലിയർ ആയോ? ഇനി ഡയറക്ടേഴ്സ് ബോണസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതേതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോളുമെന്റ്സിൻ്റെ ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഇനി എയർ സോഫ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്നെസ് ഓഫ് പേയബിൾസ് അല്ലേ? കണ്ടോ? സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞാണ്. സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ ചെയ്യാൻ പറ്റുക? നമുക്ക് മെയിൻലി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞു? അനലിറ്റിക്കൽ പ്രൊസീജിയർ, കട്ട് ഓഫ് ടെസ്റ്റിംഗ്, റീകാൽക്കുലേഷൻ, സാമ്പിൾ സെലക്ഷൻ. സോ ഇങ്ങനെ ആയിരിക്കട്ടോ ചോദിച്ചു പോവുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്വിക്ലി പറഞ്ഞു പോയെന്നുള്ളൂ. കണ്ടോ? കംപ്ലീറ്റ്നെസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മളോട് ചോദിച്ചു എന്തൊക്കെ? വാലുവേഷൻ ഓഫ് ഇൻവെന്ററി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ ഓഫ് PPE ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് പഠിച്ചത്. റീവാലുവേഷൻ ഓഫ് PPE ചോദിക്കുമ്പോൾ ജനറൽ പോയിന്റ്സ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. റീവാലുവേഷൻ ഓഫ് PPEയുടെ തന്നെ പോയിന്റ്സ് പറയണം. ഇനി ആൻഡ്രോമേഡ ഇവിടെ കണ്ടോ? നമ്മളോട് ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത്, ഡ്യൂറിങ് ദ ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കലി അത് തന്നെ പഠിച്ചത്. യെസ്, റൈറ്റ്സ് ഇഷ്യൂ എന്ന് കാണുമ്പോൾ യോ എന്തോ ആണെന്ന് ഓർത്ത് പേടിച്ച് മാറി നിൽക്കരുത്. പകരം ആദ്യം എന്ത് ചെയ്യാം? നമുക്കറിയാം റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ചെയ്യുന്ന സാധാ ഷെയർ ഇഷ്യൂ ആയിട്ട് പ്രശ്നം വ്യത്യാസമൊന്നുമില്ല. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ്സ് ഇഷ്യൂ നടത്തുമ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഷെയർ പ്രൈസ് കുറവായിരിക്കും. അത്രയുള്ള വ്യത്യാസം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബോണസ് ഇഷ്യൂ അവിടെ ഡിഫറൻസ് വരും. അപ്പോൾ അത് സിനാരിയോയിൽ പറഞ്ഞേക്കാൻ നോക്കിയിട്ട് എഴുതാം. സോ ഇതേപോലെ തന്നെ എക്സിസ്റ്റൻസ് ആൻഡ് വാലുവേഷൻ ഓഫ് റിസീവബിൾസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീകൺസിലേഷനെ ബേസ് ചെയ്ത് നമ്മൾ വിത്തിൻ ദ ബാങ്കിൻ്റെ അകത്ത് പറഞ്ഞ് തന്നെ പറയാം. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് റവന്യൂവിനെ ബേസ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന്. അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? നമ്മൾ പഠിച്ച കമ്പാരിസൻ്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പം പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്ന പോയിന്റ്സിനകത്തും ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളായിരുന്നു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്നുള്ളത്.
ഡിപ്രിസിയേഷനൊക്കെ ഒരുപാട് വട്ടം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഫുഡ് പോയിസണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ് ചോദിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ പോയിസണെ ബേസ് ചെയ്തുള്ള പ്രൊസീജിയർ പഠിച്ചിട്ടില്ല എന്ന് ഓർത്ത് വെക്കരുത്. പകരം ആദ്യമേ ആലോചിച്ച് നോക്കുക, പോയിസൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിനാരിയോ വായിച്ച് നോക്കുക. അവിടെ എന്തെങ്കിലും കമ്പനിക്ക് കമ്പനി കൊടുത്ത പ്രൊഡക്ട്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. അത് കാരണം കൊണ്ട് ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും, പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പോൾ അവിടെ സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അക്കോർഡിംഗ്ലി പറയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. സോ മക്കളെ, അപ്പം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നായിരുന്നു നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞു വന്നത്. കുറേ കാലങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഭയങ്കര സ്പീഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. ഐ നോ ദാറ്റ് ദ സ്പീഡ് വാസ് വെരി 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 ഹൈ, ബട്ട് നമുക്കറിയാം വി ആർ അറ്റ് ദ ഫൈനൽ സ്റ്റേജ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് നമ്മളിവിടെ വരെ എത്തിയതാണ്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സ്പീഡിൽ തന്നെ എടുത്തു പോയതുമാണ്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോസ് റീവിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീവിസിറ്റ് ചെയ്യണം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കുക, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതുന്ന സമയത്ത് ഒരിക്കലും പഠിച്ച പോയിൻറ്റ്സ് നേരെ അമ്മാതിരി കൊണ്ട് എഴുതി വെക്കരുത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ സിനാരിയോയ്ക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് ആ കാര്യങ്ങൾ ഓർക്കുക. ആ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി നോക്കി മാത്രമേ കറസ്പോണ്ടിങ്ങിൽ എഴുതാവുള്ളൂ. ബൈഹേർട്ട് പോയിൻറ്റ്സ് പഠിച്ചിട്ട് എഴുതരുത്. ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ്. എന്തൊക്കെയാണ് ഇത് നമ്മൾ പഠിപ്പിച്ച സമയത്തും പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരാൾ പോലും ഒരു പോയിന്റ് പോലും ബൈഹേർട്ട് ചെയ്യരുത്, പകരം മീനിങ് മാത്രം മനസ്സിലാക്കുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നേക്കുന്ന ആ കീ പോയിൻറ്റ്സിന് മേലെ മാത്രം പ്രോപ്പർലി ഫോക്കസ് ചെയ്യുക. ആൻഡ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളെപ്പോഴും ഈ നോട്ട്സിന് സബ് നോട്ട്സും കൂടി ഉണ്ടാക്കുക. ഈ നോട്ട്സിന് സബ് നോട്ട്സ് ഈ ഹൈലൈറ്റഡ് പോയിൻറ്റ്സും വെച്ച് മാത്രം ഉണ്ടാക്കുക. അതിൻ്റെ ഒരു സബ് പോയിൻറ്റ്സ് ഉണ്ടാക്കുക ഹെഡിങ്സ് വെച്ചിട്ട് മാത്രം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യേണ്ട ഹെഡിങ്ങിലേക്കാണ്. അവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, ഈ സബ് പോയിൻറ്റ്സിലേക്ക് കണക്ട് ചെയ്യുക, അവിടുന്ന് മെയിൻ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. എപ്പോഴും ഓൾവേസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, വട്ട് എവർ ബി ദ തിങ്സ് മെൻഷൻഡ് ഇൻ ദ സിനാരിയോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പറയാൻ നോക്കുക. ബെയർ മിനിമം കമ്പനിയുടെ പേരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. ബെയർ മിനിമം അതൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല, എങ്കിലും ഏറ്റവും കുറഞ്ഞത് കമ്പനിയുടെ പേരും ഫിഗേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക. ബട്ട് മാക്സിമം ആസ് പോസിബിൾ അല്ലെങ്കിൽ എപ്പോഴും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഓർത്ത് വെക്കുക, സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് അല്ല നമുക്കുള്ളത്. പലരും അതുപോലും മനസ്സിലാക്കുന്നില്ല. നമുക്ക് സബ്സ്റ്റാൻറ്റീവ് തന്നെ ഡയറക്റ്റ് സബ്സ്റ്റാൻറ്റീവ്, അസേർഷൻ സ്പെസിഫിക്, സിനാരിയോ സ്പെസിഫിക്, സിനാരിയോ പ്ലസ് അസേർഷൻ സ്പെസിഫിക് സബ്സ്റ്റാൻറ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫോമാറ്റ് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊസീജിയർ എഴുതണം, ഡോക്യുമെൻ്റൽ ഇൻഫർമേഷൻ എഴുതണം, പേർപ്പസ് എന്താണോ അതും ക്ലിയർലി എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എഴുതണം. നമ്മൾ ഇൻവെൻ്ററി റിലേറ്റഡ് പഠിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ജഗബൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം, അതങ്ങോട്ട് ഇതങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം. ബട്ട് ദർ ഇസ് നത്തിങ് ടു വറി. സിമ്പിളായിട്ട് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചു തീർക്കുക. റിക്വയർമെൻറ്റ് വായിച്ച് നോക്കുക. സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക. നമ്മൾ പറഞ്ഞേക്കുന്ന പോയിന്റ് ഏറ്റവും പ്രോപ്പർലി എങ്ങനെ സിനാരിയോയിലേക്ക് എത്തിക്കാം എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പം ഒരു പർട്ടിക്കുലർ സിനാരിയോ ചോദിക്കുകയാണ്. സിനാരിയോയ്ക്കകത്ത് ഏറ്റവും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ആസ് ആൻ ഓഡിറ്റർ എനിക്കിവിടെ എന്താണ് മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക, ഇവിടെ എന്തിനെക്കുറിച്ചാണ് എനിക്ക് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ കിട്ടുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തെങ്കിലും എനിക്ക് കിട്ടാറുണ്ടോ, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് എനിക്ക് നോക്കാൻ പറ്റുന്നത്, റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുമോ, എനിക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ, എക്സ്പെൻസിൻ്റെ ബ്രേക്ക് ഡൗൺ എടുക്കാനുണ്ടോ, ബോർഡ് മിനിറ്റ്സ് എനിക്ക് നോക്കാൻ പറ്റുമോ, ഏതൊക്കെ എക്സ്പെൻസ് ആണ് എനിക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുക, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് എന്തൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റുക, ഈ ഓരോ കാര്യങ്ങളും നോക്കുക. എന്നിട്ട് ഏറ്റവും പ്രോപ്പർലി ആൻസേഴ്സ് എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും പ്രോപ്പർലി ചെയ്യേണ്ടത്. സോ ആസ് പാർട്ട് ഓഫ് ദി റിവിഷൻ ഫേസ് അല്ലെങ്കിൽ മാരത്തൺ സെഷൻസ്, ഇറ്റ്സ് അവർ തേർഡ് ഡേ. സോ ആരെങ്കിലും പ്രയർ ഡേയ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്, അത് കാണുക. അപ്കമിങ് ഡേയ്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് എനി ഫ്രണ്ട്സ് ഹു ആർ നോട്ട് ഫെമിലിയർ വിത്ത് മലയാളം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ തൊട്ട് നമുക്ക് സ്പെസിഫിക് ഇംഗ്ലീഷ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പം ആ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണെങ്കിലും അവരുടെ അടുത്തും അറ്റൻഡ് ചെയ്യാതെ നോക്കുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ബെനിഫിറ്റ് ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ബി ബെനിഫിറ്റഡ് ബൈ ദിസ്. നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഏറ്റവും വലിയ ഏരിയയാണ് സബ്സ്റ്റാൻറ്റീവ്. സോ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം എല്ലാവരും സബ്സ്റ്റാൻറ്റീവിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട്. സോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ശ്രദ്ധിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഐ ബിലീവ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി ഈ ആൻസേഴ്സ് ഓരോന്നും പ്രോപ്പറായിട്ട് നോക്കി പോകാനായിട്ട് നോക്കുക. ആൻഡ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒന്നും കൂടെ റീപെർഫോം ചെയ്ത് നോക്കുക. ബട്ട് ഇതിനെല്ലാം മുന്നേ എല്ലാ സബ്സ്റ്റാൻറ്റീവ്സും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയുന്ന ഏരിയ മാത്രം നമ്മൾ റിവൈസ് ചെയ്യാണ്ട് ഓർത്തിരിക്കില്ല. കാരണം ഐ ബിലീവ് നമ്മൾ തന്നെ ഓൾമോസ്റ്റ് മോർ ദാൻ ഒരു 250+ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ 25 സെറ്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താണെങ്കിലും പറ്റില്ല, അപ്പം മറന്നു പോകും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കണം നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, ഏറ്റവും പ്രോപ്പർലി ക്വസ്റ്റ്യൻസ് വായിച്ച് തന്നെ ആൻസേഴ്സ് എഴുതുക. ഒരു കാരണവശാലും പ്രോപ്പർലി സിനാരിയോ നോക്കാണ്ട് ആൻസേഴ്സ് എഴുതരുത്, നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആവും. സോ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സെൽഫായിട്ട് 10 പേര് ആൻസർ എഴുതുന്നുണ്ട്, 10 പേരുടെ ആൻസർ 10 ആയിരിക്കണം. സോ വിച്ച് മീൻസ് ഓരോരുത്തരും പ്യുവർലി നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് സിനാരിയോനെ ബേസ് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് എഴുതാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഏറ്റവും പ്രോപ്പർലി ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.